ആഗ്രഹിച്ചത് ഇതായിരിക്കില്ല, ആഗ്രഹിച്ചത് ആദ്യമേ രക്ഷപ്പെടണമെന്നായിരിക്കും ചിലപ്പോൾ ആഗ്രഹിച്ചത്. പക്ഷേ തല്ലി തോൽപ്പിക്കാനോ കളിച്ച് ജയിക്കാനോ വേണ്ടി ഒന്നല്ല, ജീവിക്കാൻ പഠിക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷേ സമ്മതിക്കില്ല, താളം കൊട്ടി മാത്രം ശീലിച്ചൊരു ശുദ്ധ ഇവരെല്ലാവരും എൻ്റെ ക്ലാസ്സിലുള്ളവർ ഒരു സിനിമാടൻ്റെ മകനാണെങ്കിലോ അല്ലെങ്കിൽ സിനിമാടൻ്റെ മകൻ അല്ലെങ്കിലോ ആരാണെങ്കിലും ഡീസൻസി, എഫേർട്ട്, ഡിസിപ്ലിൻ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ ഫോളോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നതാണ്. പണ്ടൊക്കെ നമ്മൾക്കിത് കേൾക്കുമ്പോൾ ഒരു വിഷമം അല്ലെങ്കിൽ അങ്ങനെ ഒരു പല പ്രോജക്ട്സിൽ നിന്നും അങ്ങനെ മാറേണ്ടി വന്നിട്ടുണ്ട്, പോയിട്ടുണ്ട്, ചാൻസ് പോയിട്ടുണ്ട്. മോർ ടു ലൂസ് എന്ന് വേണമെങ്കിൽ പറയാം. ബിക്കോസ് അച്ഛൻ ഇത്രയും പേരുണ്ടാക്കിയപ്പം ശരിക്കും പറഞ്ഞാൽ രജിഷ വണ്ണം കുറച്ച് നമ്മളെ ഞെട്ടിച്ചത് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ്. മസ്തിഷ്ക മരണത്തിന് വേണ്ടിയിട്ടാണ് പുള്ളിക്കാരി മേലി. അത് കണ്ടിട്ട് ഓണം സെലിബ്രേഷന് ജുബയൊക്കെ ഇട്ടുണ്ടോ, എൻ്റെ കൈ അന്ന് ഇത്രയേ ഉള്ളൂ. എന്നിട്ട് എങ്ങനെയുണ്ട്, ഇങ്ങനെ നോക്കി മസിൽ കാണുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയൊക്കെ. കൊല്ലണം എന്നൊരു വിചാരം മാത്രമേ ഉള്ളൂ. പുള്ളിയുടേത് കഞ്ഞി എന്ന് പറഞ്ഞ കാരണമാണ്. പുള്ളിയാണ് കൂട്ടത്തിൽ കുറച്ച് സൈക്കോ. അത് മമ്മൂട്ടികളിലും ഞാൻ കാണാറുണ്ട്. ഒരു ഓറ, ഈ രണ്ടുപേരും ഓറ അൺമാച്ച്ഡാണ്. സീരീസിലെ ഒരു സംഭവമാണ്. സംഭവം എന്താണെന്ന് പറയുന്നില്ല, പക്ഷെ പുള്ളി അവിടെ എടുത്ത എഫേർട്ട്, അച്ഛൻ്റെ ഡിസിപ്ലിൻ, ഭയങ്കര ഡിസിപ്ലിൻ ഉള്ളൊരു ആക്ടറാണ്. സമയം, പങ്ക്ച്വാലിറ്റിയുടെ കാര്യമാണെങ്കിലും. ഇതിൻ്റെ ഫുൾ പടത്തിൻ്റെ പേര് തന്നെ മസ്തിഷ്ക മരണം, ഫ്രാങ്കിൻ ബൈറ്റിംഗ് ഓഫ് സൈമൺസ് മെമ്മറീസ് എന്നാണ് പടം. പ്രോപ്പർ ഹോളിവുഡ് പടം ചെയ്തിട്ട് ഫുൾ മലയാളികൾക്ക് വേണ്ടി കോമഡിയും സാധനങ്ങളും ഇട്ട് അങ്ങനെ ഒരു സാധനം. പൂക്കച്ചവടവും നിങ്ങളുടെ ഗാങ്സ്റ്റർ സ്റ്റോറി തമ്മിൽ എന്താണ്? ഈ ഗ്യാങ്ങിനൊരു ആൾക്കാരുടെ ഇടയിൽ ഒരു വില കിട്ടാൻ വേണ്ടി പല ബിസിനസ്സുകളും ചെയ്ത് അതിലൊന്നാണ് ഈ പൂക്കച്ചവടം എന്നുള്ള സംഭവം. ആദ്യം മെലിഞ്ഞ് സ്കൂൾ കാലഘട്ടം തൊട്ട് ഷൂട്ട് ചെയ്ത് തുടങ്ങി അങ്ങനെയാണ് നമ്മൾ പോയത്. നമ്മുടെ മലയാളത്തിൽ നിന്ന് ഇങ്ങനെ ഒരു സീരീസും വരുന്നു, അതിൽ ഇങ്ങനെ ഭയങ്കര ഫിലിം മേക്കിങ്ങും. ശരിക്കും പറഞ്ഞാൽ എന്താണ് ഈ സംഭവം? അതൊരു ഒന്നര സംഘം തന്നെയായിരിക്കും, 4 സംഘം. വെൽക്കം ടു റീൽ ടു റിയൽ. ഇന്നത്തെ ഓണം സ്പെഷ്യൽ എപ്പിസോഡ് അടിച്ചു പൊളിക്കാനായിട്ട് ഒരാൾ വന്നിട്ടുണ്ട്. ഒരാളും മതി, കാരണം അത്രയ്ക്ക് ഞെട്ടിക്കുന്ന ട്രാൻസ്ഫോർമേഷനാണ് ആൾക്ക് വന്നേക്കുന്നത്. ഞാൻ 1-2 വർഷങ്ങളായിട്ട് ഞങ്ങൾ ഇൻ്റർവ്യൂസായിട്ടൊക്കെ കൂട്ടിമുട്ടാറുണ്ട്. പക്ഷേ എന്നാൽ കൂടി ഇപ്പോഴത്തെ ലുക്കും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ശരിക്കും ഞാൻ തന്നെ ഞെട്ടിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട നിരഞ്ജാണ് നമ്മുടെ ഇപ്പോൾ ഉള്ളത്. ഹായ് നിരഞ്ജ്. ഓക്കെ, ആദ്യമേ ഞാൻ ചോദിച്ചോട്ടെ, നമുക്ക് 4.5 ഗ്യാങ്ങിലേക്ക് കയറുന്നതിന് മുന്നേ ഈ ഒരു ലുക്കിൻ്റെ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ലുക്ക് ഒരു കിടലം ലുക്കിലോട്ട് മാറിയിട്ടുണ്ടല്ലോ? ഈ ലുക്ക് ഇപ്പം ഒരു പുതിയ സിനിമ ചെയ്തു, സെയിം നമ്മുടെ കൃഷാന്ത് ഏട്ടൻ്റെ കൂടെ തന്നെയാണ്, മസ്തിഷ്ക മരണം എന്ന് പറഞ്ഞ സിനിമ. അതിന് വേണ്ടിയാണ് ലുക്ക് കുറച്ച് മാറ്റിയതും പരിപാടികളൊക്കെ ചെയ്തത്. പിന്നെ പ്രായമായതിൻ്റെയൊക്കെ മാറ്റം വന്നു തുടങ്ങിയെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെയുണ്ട്. കുറച്ചും കൂടെ സ്റ്റൈലിഷ് ആയിട്ടുണ്ട്, കുറച്ചും കൂടെ എന്താ പറയുക, കെയർ ഫ്രീ ആയിട്ടുണ്ട്. നമ്മളെ ടീച്ചർ കണ്ടപ്പോഴേ ആക്ടിങ് ഒക്കെ എന്താ വെച്ചാൽ ഇങ്ങനെ എടുത്തങ്ങ് എറിയാണ്. അത് നമുക്ക് അതിനെ കുറിച്ചൊന്നും ചിന്തയില്ല എന്ന രീതിയിൽ ഒരു സംഭവം. പിന്നെ പക്കാറ്റ് വാൻഡ്രൻ സ്ലാങ്, കൃഷാന്ത് എന്ന് പറയുന്ന എന്താ പറയുക ഒരു മാസ്റ്റർ മൈൻഡ്. അതുപോലെ തന്നെ ഇവർ പറയുന്ന പോലെ ചെറിയ ജീവിതവും വലിയ പുലിവാലുകളുമായിട്ട് ഒരു കിടിലം വെബ് സീരീസ് വരുന്നുണ്ട്, 4.5 ഗ്യാങ് അല്ലേ? അപ്പോൾ ഈ 4.5 ഗ്യാങ്ങിലെ ഒരു മെമ്പറാണ് നമ്മുടെ കൂടെ ഇരിക്കുന്നത്. അപ്പോൾ എനിക്ക് ട്രെയിലർ ഭയങ്കര ഇമ്പ്രസീവാണ്. അത് ഇപ്പം ഞാൻ ഇപ്പം ഇറങ്ങിയ ട്രെയിലറും ഇറങ്ങാത്ത ട്രെയിലറും കണ്ടിട്ടിരിക്കുന്നുണ്ട്. എനിക്കിത് ഭയങ്കരമായിട്ട് ഇത് ചെയ്യാൻ പറ്റുന്നുണ്ട്. ശരിക്കും ഇതൊരു ഡാർക്ക് കോമഡിയാണ് എന്ന് ഓൾറെഡി പറയുന്നുണ്ട്. പക്ഷേ അതിനകത്തൊരു പൂക്കച്ചവടവും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ കയറി വരുന്നുണ്ട്. എന്നാൽ കോമഡി ഉണ്ട്, ഭയങ്കര നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട് കോമഡി. എന്നാൽ നിങ്ങളുടെ ഓരോ ത്രില്ലർ സൈഡിൽ വരുന്ന എക്സ്പ്രഷൻസും കാര്യങ്ങളും നന്നായിട്ട് വർക്കായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ എന്താണ് ഈ സംഭവം? അതാണ് ഇതിൻ്റെ അത് സംഭവ ബഹുലമാണ് സാധനം. ഭയങ്കരമായിട്ട് ഈ ഒരു 6 എപ്പിസോഡ്സാണ്. ഗാങ്സ്റ്റർ കോമഡി, പിന്നെ നമ്മളൊരു സ്പാൻ ഓഫ് ഒരു 18 ഇയേഴ്സിൽ ഒരു ഗ്യാങ്ങിൻ്റെ അങ്ങനെ 18 ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതൊരു സംഭവ വിവരണമാണ്. എന്തൊക്കെ സംഭവിച്ചു നമ്മുടെ ലൈഫിൽ എന്നുള്ള ഒരു സ്കൂൾ ഡേയ്സ് മുതൽ. അപ്പം സീരീസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഷൂട്ട് ഏതാണ്ട് 100 ഡേയ്സിൻ്റെ പുറത്ത് നമ്മൾ ഷൂട്ട് ചെയ്തു. ഇപ്പോൾ കഴിഞ്ഞ വർഷമാണ് ഷൂട്ട് ചെയ്തത്. അപ്പം ആദ്യമേ ട്രാൻസ്ഫോർമേഷൻ, ആദ്യം മെലിഞ്ഞ് സ്കൂൾ കാലഘട്ടം തൊട്ട് ഷൂട്ട് ചെയ്ത് തുടങ്ങി അങ്ങനെയാണ് നമ്മൾ പോയത്. ഒറ്റ സ്ട്രെച്ചിൽ ഒരു സിംഗിൾ ഷെഡ്യൂളിലാണ് ഫുൾ തീർത്തത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ അങ്ങനെ ഒരു ബ്രേക്ക് ഇല്ലാതെ നമ്മൾ ഫുൾ അങ്ങ് ഒറ്റ ഷെഡ്യൂളിൽ തീർത്താണ്. ഭയങ്കര ഞാൻ പിന്നെ കൂടുതൽ വിട്ടു പറയുന്നത് ഇപ്പോൾ സീരീസ് വരാൻ പോകുന്നത് എല്ലാവരും ഒന്ന് ഞെട്ടും എന്നുള്ളത് തീർച്ചയായിട്ടും. ഒരു സീരീസിനെ നമ്മുടെ മലയാളത്തിൽ നിന്ന് ഇങ്ങനെ ഒരു സീരീസും വരുന്നു, അതിൽ ഇങ്ങനെ ഭയങ്കര ഫിലിം മേക്കിങ്ങും ടെക്നീഷ്യൻസ് ആണെങ്കിൽ ഇപ്പം സിനിമാറ്റോഗ്രഫി ആണെങ്കിലും എല്ലാം ഭയങ്കര രസമായിട്ട് എല്ലാം കൂടെ കൾമിനേറ്റ് ചെയ്തൊരു സംഭവം ഉണ്ടാവുമല്ലോ. അതൊരു പ്രോപ്പർ ടീം വർക്ക്. ഇപ്പം എൻ്റെ നേരത്തെ പറഞ്ഞ കാര്യങ്ങളിൽ ഇപ്പം ഞാൻ കുറച്ച് ഫ്രീ ആയിട്ട് ചെയ്യുന്നുള്ളത് ആ ടീമിൻ്റെയും കൂടെ ഗുണമാണ്. നല്ലൊരു ടീം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ്
ഇപ്പം ഇപ്പം എൻ്റെ ഫിലിമോഗ്രഫിയിലും ഐ മീൻ ഇപ്പം ഭാഗ്യവശാൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നല്ല ടീമുകൾ നല്ല ആൾക്കാരോട് വർക്ക് ചെയ്യാൻ പറ്റുന്നുള്ള. നേരത്തെ മോശമായിട്ട് ആൾക്കാർ വർക്ക് ചെയ്യുന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ കുറച്ചും കൂടെ മൊത്തത്തിൽ എല്ലാ രീതിയിലും കഥാപരമായിട്ട് സിങ്ക് ആവുന്നതും അങ്ങനെ. അപ്പോൾ അത് ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണ്. അത് നമുക്ക് ഈ സീരീസ് കാണുമ്പോൾ മനസ്സിലാവുകയും ചെയ്യും. ഓക്കെ, ഇതിൽ ഈ സീരീസിൽ നമ്മൾ ടീച്ചർ കേൾക്കുന്ന ഡയലോഗ്സിനകത്ത് തനി ട്രിവാൻഡ്രം സ്ലാങ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. പക്ഷെ ചില ആൾക്കാരുടെ കേൾക്കുമ്പോൾ നമുക്കറിയാം അവർ ട്രിവാൻഡ്രംകാരല്ല, എന്നിട്ടും അവരത് ചെയ്യുന്നത്. ഇതിവിടെ ഇവിടെ നിരഞ്ജൻ്റെയൊക്കെ ഡയലോഗ്സ് എന്നൊക്കെ പറഞ്ഞാൽ പയലുകളൊക്കെ പറയുന്നത് നമ്മൾ ഈ ടിപ്പിക്കൽ ട്രിവാൻഡ്രം ടേംസ് ഉണ്ടല്ലോ, ബോഞ്ചി വെള്ളം, അതൊന്നും വന്നിട്ടില്ല, പക്ഷെ ഞാൻ പറയുന്നതാണ്. അതെല്ലാം ഭയങ്കര ഒരു അനായാസേന പറഞ്ഞിട്ടുണ്ട്. തിരുവനന്തപുരക്കാരനാണല്ലോ, അപ്പം എനിക്ക് ഈസി. എനിക്കും ശ്രീനാഥിനും സച്ചിനും കൃഷാന്തനും ട്രിവാൻഡ്രം ആണ്. അപ്പം എനിക്കും ശ്രീനാഥിനും സച്ചിനൊക്കെ കുറച്ചുകൂടെ ഈസിയാണ്. കാരണം നമ്മളെപ്പോഴും സംസാരിക്കുന്നത് ഈ രീതിയിലാണ്. മറ്റേ എടുത്ത് ട്രിവാൻഡ്രം ആണെന്ന് കാണിക്കാൻ വേണ്ടി അങ്ങനെ ഡയലോഗ്സ് ഒന്നും ഇല്ല. അല്ലാതെ തന്നെ വരും നാച്ചുറലായിട്ട് തന്നെ. നമ്മൾ വളരെ ലൂസായിട്ട് പറയുമ്പോൾ തന്നെ അങ്ങനെ ആണ് കാര്യങ്ങൾ. പക്ഷേ സഞ്ജു ബ്രോ ആണെങ്കിലും അല്ലെങ്കിൽ ശംഭു ആണെങ്കിലും അല്ലെങ്കിൽ വേറെ കുറേ ആക്ടേഴ്സ്, രാഹുൽ, ബാക്കിയുള്ള എല്ലാ ആക്ടേഴ്സും അവർ ആ എഫേർട്ട് എടുത്തിട്ടുണ്ട്. കാരണം ദേ ആർ നോട്ട് ഫ്രം ട്രിവാൻഡ്രം. അപ്പോൾ അങ്ങനെ ഒരു എഫേർട്ട് അവരെടുക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അത് ജഗദീശങ്ങളാണെങ്കിലും ഈസ് ഫ്രം ട്രിവാൻഡ്രം. അപ്പോൾ അതുകൊണ്ട് ഈ പുള്ളിക്കൊക്കെ വളരെ ഇതൊക്കെ മറ്റേ നെയിൽ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ്. അപ്പം ദേ ഹാഡ് ഇറ്റ് ടഫ് എന്ന് എനിക്ക് തോന്നുന്നു മറ്റവർ അവർക്ക് ബാക്കി കാസ്റ്റ്. ഓക്കെ, സഞ്ജുവിൻ്റെ ഒരു ഡയലോഗ് ഉണ്ട്, ഫ്ലവർ കിങ് എന്ന് പറഞ്ഞിട്ട് അല്ലേ. നമ്മൾ അല്ലു അർജുൻ പുഷ്പയിൽ പറയുന്ന പോലെ ഫ്ലവർ എന്ന് പറയുന്ന പോലെ ഒരു ഭയങ്കര മാസമായിട്ട് ഫ്ലവർ കിങ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഡയലോഗൊക്കെ ഉണ്ട്. പക്ഷെ ശരിക്കും ഇതിനകത്ത് ഈ പൂക്കച്ചവടവും നിങ്ങളുടെ ഗാങ്സ്റ്റർ സ്റ്റോറിയും തമ്മിൽ എന്താണ് ബന്ധം? പല സംഭവങ്ങളുണ്ട്. നമ്മൾ പല കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്ത് എങ്ങനെയെങ്കിലും നമുക്ക് സൊസൈറ്റിയിലൊരു വില കിട്ടണം. നമുക്ക് നമ്മുടെ ഈ ഒരു 4 സംഘം ഈ ഗ്യാങ്ങിനൊരു ആൾക്കാരുടെ ഇടയിൽ ഒരു വില കിട്ടാൻ വേണ്ടി പല ബിസിനസ്സുകളും ചെയ്ത് അതിലൊന്നാണ് ഈ പൂക്കച്ചവടം എന്നുള്ള സംഭവം. അത് പിന്നെ പല കാര്യങ്ങളായിട്ട് മാറുന്നതാണ് സംഭവം. ഒരു രസമുള്ള ത്രെഡും രസമുള്ള മേക്കിങ്ങും രസമുള്ള വേ ഓഫ് മറ്റേ സ്റ്റോറി ടെല്ലിങ് ഒരു ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലുള്ള സ്റ്റോറി ടെല്ലിങ്ങുമാണ്. അത് കാണാൻ ഞാൻ ആക്ച്വലി ഡബ് ചെയ്ത സമയത്ത് ഞാൻ തീരുമാനിച്ചത് ഇത് ഞാൻ സീരീസ് ഇറങ്ങുമ്പോൾ സോണി ലിവിൽ ഇറങ്ങുമ്പോഴേ കാണുള്ളൂ എന്ന് തീരുമാനിച്ചതാണ്. പക്ഷേ എന്നാൽ പോലും ഇടയ്ക്ക് ഒരു ദിവസം സ്റ്റുഡിയോയിൽ പോയ സമയത്ത് ഒരു 5 minutes കാണുന്നു എന്ന് നമ്മുടെ കളറിസ്റ്റ് അർജുൻ പുള്ളി പറഞ്ഞു, ഒരു 5 minute കാണുന്നുണ്ട്. കയറി നിന്ന് നമ്മളെല്ലാം ഒരു 1.5 മണിക്കൂർ പല എപ്പിസോഡിൻ്റെ ഒക്കെ ആയിട്ട് ഇങ്ങനെ കണ്ട് നമ്മൾ തന്നെ അഭിനയിച്ച ഒരു സംഭവത്തിൽ അങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് സംസാരിക്കുന്നത് ഒരു അർത്ഥത്തിലും അങ്ങനെ ശരിയൊന്നുമില്ല. വേറെ ആൾക്കാർ കണ്ടിട്ട് പറയണം. പക്ഷേ ഇത് ആക്ച്വലി എക്സൈറ്റിംഗ് ആയിപ്പോയി. ഭയങ്കര എക്സൈറ്റിംഗ് ആയൊരു സംഭവമാണ്. ഇപ്പോൾ ഡയറക്ടർ എന്നൊരു ആള് എനിക്ക് തോന്നുന്നു ഒരു ഡയറക്ടർ മാത്രമല്ലെന്ന് തോന്നുന്നു, എല്ലാ മേഖലയിലും നിങ്ങളെ ടച്ച് ചെയ്തിട്ടുള്ള ഒരു മനുഷ്യനായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യണത്. കാരണം ഇതിൽ വന്നേക്കുന്ന ഒരു വൈബ് അങ്ങനെയാണ്. ടീച്ചറിനകത്ത് ഇങ്ങനെ ചാടി നിൽക്കുക എന്ന് നമ്മൾ പറയത്തില്ലേ, അവരല്ലേ നിങ്ങൾക്ക് എന്തോ ഇങ്ങനെ കിടന്ന് ഉറങ്ങാണ്ട് ചാടി നിൽക്കുക എന്നൊക്കെ നമ്മൾ ചുറ്റുപാടത്ത് പറയുന്ന പോലെ അതുപോലത്തെ ഒരു സംഭവമായിട്ട് ഫീൽ ചെയ്തു. അപ്പം എത്രത്തോളമാണ് അദ്ദേഹത്തിൻ്റെ ഇൻഫ്ലുവൻസ്? ഭയങ്കര ഇൻഫ്ലുവൻസ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ കൃഷാന്തേട്ടൻ്റെ എങ്ങനെയാണ് പുള്ളിയുടെ മൈൻഡ് വർക്ക് ചെയ്യുന്നത് എനിക്കിപ്പോഴും മനസ്സിലാകുന്നത്. കാരണം ഭയങ്കര ഹൈ കപ്പാസിറ്റിയിൽ വർക്ക് ചെയ്യുന്നൊരു മനുഷ്യനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ പുള്ളീനെ പരിചയപ്പെടുന്നത് എൻ്റെ ഫ്രണ്ടും ഈ സീരീസിൻ്റെ ക്യാമറമാനായ വിഷ്ണു പ്രഭാകർ പുള്ളിയാണ് എന്നെ പരിചയപ്പെടുത്തി. അങ്ങനെ കൃഷ്ണന്തേട്ടൻ നമ്മൾ മീറ്റ് ചെയ്യുന്ന സമയത്ത് ലാപ്ടോപ്പിൽ ആവാസ വ്യൂഹത്തിൻ്റെ ഒരു 15-20 minutes കാണിച്ചു. അപ്പോൾ ഞാൻ ഇങ്ങനെ ദൈവമേ ആദ്യം ഒരു ഡോക്യുമെൻ്ററി കൂടെ തുടങ്ങി, പിന്നെ പടം അങ്ങ് മാറി. അപ്പോൾ ഞാൻ ഇത് കൊള്ളാൻ ഭയങ്കര രസമുള്ള. അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ ഇത് എനിക്ക് തിയേറ്ററിൽ കാണണം. അപ്പോൾ പറഞ്ഞു IFFKന് കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കണ്ടു. ഞാൻ ഒബ്വിയസ്ലി എല്ലാവരും ആ പടം ആദ്യം കാണുന്ന ഫുൾ ഞെട്ടുന്ന പോലെ ഞാൻ ഞെട്ടി. ഞാൻ പറഞ്ഞു ചേട്ടാ ഇതിന് ഒരുപാട് അവാർഡുകൾ കിട്ടും. അതുപോലെ തന്നെ സംഭവിച്ചു. സ്റ്റേറ്റ് അവാർഡ് കിട്ടി, നാഷണൽ അവാർഡ് കിട്ടി, കുറേ അവാർഡുകൾ കിട്ടി. അപ്പോൾ അന്ന് തൊട്ടേ പുള്ളിയുടെ അന്ന് അതൊക്കെ വളരെ ലിമിറ്റഡ് ബഡ്ജറ്റിൽ ചെയ്ത പടങ്ങളാണ് ആവാസവും. പിന്നെ അത് കഴിഞ്ഞ് പുരുഷപ്രേതം, സംഘർഷണ ഇപ്പോൾ ഐ മീൻ ഓൺലൈൻ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളിലൊക്കെ വരും. നല്ല പടമാണത്. അതുമെല്ലാം ഒരു ലിമിറ്റഡ് ബഡ്ജറ്റ് പരിപാടികളിലൊക്കെ ചെയ്താണ് പുള്ളി. ഒരു കുറച്ച് നല്ല ബഡ്ജറ്റ് കിട്ടി ചെയ്ത സംഭവമാണ് 4 സംഘം. പിന്നെ ഇപ്പം ഞാൻ ചെയ്ത മസ്തിഷ്കമരണം എന്ന പടം. ഇത് രണ്ടും ഒരു ന്യൂ വേവ് തന്നെ ഉണ്ടാക്കും പുള്ളി. എനിക്ക് നോ ഡൗട്ട് അബൌട്ട്. പിന്നെ പുള്ളി എഴുത്ത് മാത്രമല്ല, ഡയറക്ഷൻ, സിനിമാറ്റോഗ്രഫി, എഡിറ്റിംഗ്, ഗംഭീര എഡിറ്ററാണ്. അപ്പോൾ എല്ലാ മേഖലയും അഭിനയവും സീരീസിലും അഭിനയിച്ചിട്ടുണ്ട് പുള്ളി. നല്ല രസമുള്ള ക്യാരക്ടറാണ് പുള്ളി. ഭയങ്കര വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. ആൾക്കാർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യുന്നൊരു സാധനമാണ്. അപ്പോൾ എല്ലാ മേഖലയും പുള്ളി
എന്താണ് നന്നായിട്ട് അടിപൊളിയായിട്ട് നല്ല വൃത്തിക്ക് ചെയ്ത് കാണിക്കും. സെറ്റിൽ എങ്ങനെയാണ് ആള്? ഭയങ്കര ചില്ലാണ്. അതാണ് നമുക്ക് വർക്ക് ചെയ്യാൻ ഭയങ്കര ഈസി എന്ന് പറഞ്ഞാൽ പുള്ളി ഭയങ്കര എന്താ പറയുക, പുള്ളി വിളിച്ചിട്ട് ഡിസ്കസ് ചെയ്യും നമുക്ക് ഇവിടെ എന്തൊക്കെ ചെയ്യാൻ പറ്റും, നമുക്ക് എന്തൊക്കെ ചെയ്യാൻ മാൻ ഇതിൻ്റെ അകത്ത് എന്തെല്ലാം ചെയ്യാൻ പറ്റും നമ്മൾ അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനൊരു സാധനം ഇട്ടോട്ടെ എന്ന് പറയുമ്പം പുള്ളി ചിരിച്ച് പറയാം ഓക്കെ. ചിലപ്പോൾ പുള്ളി ചിരിച്ചിട്ട് പറയും വേണ്ട, ചിരിച്ച് കൊള്ളാം പക്ഷേ ഇത് പറയാൻ കൊള്ളൂല. ഉണ്ട് പുള്ളി അല്ല ചിരിച്ചിട്ട് നല്ല സാധനമായിരിക്കും പക്ഷെ പറയാൻ ആപ്റ്റ് അല്ലാത്ത സാധനമായിരിക്കും. അപ്പോൾ ഒരിക്കലും ഇതിവിടെ പറയരുത് മാൻ. ചിലത് പറയും മോശമാണെന്ന് പറയും, പക്ഷേ പുള്ളിയോട് പറയും എപ്പോഴും ഐഡിയാസ് പിച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഒരെണ്ണം ഞാൻ മോശമാണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളത് നിർത്തരുത്, അത് പറയണം അടുത്ത സാധനം. അപ്പം അങ്ങനെ കുറേ കോമഡികളും പരിപാടികളും ഈ 2 പ്രോജക്റ്റിലും കിട്ടിയിട്ടുണ്ട്. അത് പുള്ളിയുടെ തരുന്നൊരു ഫ്രീഡമാണ്, ആക്ടേഴ്സിന് തരുന്ന ഫ്രീഡവും. നമ്മുടെ അടുത്തൊക്കെ നമ്മൾ ഭയങ്കര ജോളി ആയിട്ടാണ് വർക്ക് ചെയ്തത്. ഭയങ്കര കമ്പനിയാണ് ആൾ. ഓക്കെ. ഈ 4.5 സംഘത്തിൻ്റെ ഡയറീസിനകത്ത് ഒരു ഫുൾ ആളാണ് താങ്കൾ. അപ്പോൾ താങ്കളുടെ ക്യാരക്ടറിനെ കുറിച്ചൊന്ന് പറയാമോ? പേര്, നാള് എല്ലാം. എൻ്റെ ആളറിയില്ല, പക്ഷെ എൻ്റെ ക്യാരക്ടർ അൽത്താഫ് എന്നാണ് ക്യാരക്ടറിൻ്റെ പേര്. പുള്ളി ഇങ്ങനെ ഈ ഗ്യാങ്ങിൽ കുറച്ച് എനിക്കൊന്ന് കുറച്ച് ഇത്തിരി നന്മകളൊക്കെ ഉള്ള ഒരാൾ തന്നെയാണ്, പക്ഷേ നല്ലവനായ ഗുണ്ടാന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ഒരു ഇങ്ങനെ എടുത്തനാണ്. ഒരു കൗണ്ടർ അടിക്കുകയും എൻ്റെ അച്ഛൻ്റെ ഒരു സാധനം ഉണ്ടല്ലോ മറ്റേ തിരുവനന്തപുരം പുച്ഛം എന്ന് പറഞ്ഞാൽ മറ്റേ തന്നെ ആ പരിപാടി, ആ സംഭവങ്ങളൊക്കെ ഞാനിങ്ങനെ ആ ഒരു സാധനം അതൊക്കെ കുറച്ച് നൈസായിട്ട് അച്ഛൻ്റെ ഒന്ന് കടിച്ചു മാറ്റിയൊക്കെ ഞാൻ എൻ്റെ അകത്ത് ചില ഡയലോഗ് പോലും ഞാൻ കേട്ടപ്പോൾ ദൈവം ഇത് കറക്റ്റ് അച്ഛൻ പറയുന്ന പോലെയാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയൊക്കെ തന്നെ ഇവൻ്റെ അച്ഛനാ ഫ്രോഡായി അങ്ങനെല്ലാം പറയുന്നതെല്ലാം അച്ഛൻ്റെ ഒരു സാധനം കിടപ്പുണ്ട്. പക്ഷെ അത് നല്ലതാണെന്ന് തോന്നുന്നു. ആ സീരീസിന് കറക്റ്റ് ആപ്റ്റാണ് ഈ ക്യാരക്ടർ ഇങ്ങനെ ആയതുകൊണ്ടും അങ്ങനെ ഒരു ഏരിയയിൽ നിന്ന് വരുന്നത് കൊണ്ടൊക്കെ. അപ്പം എന്താ പറയുക, അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് അൽത്താഫ്. രസമുള്ള ക്യാരക്ടറാണ്. എന്താ പറയുക, അതിനിപ്പം തുടർന്നുണ്ടാവും. പ്രണയം ഒക്കെ ഇനി ചിലപ്പം നെക്സ്റ്റ് സീസൺ ആയിരിക്കും കാണിക്കുന്നത്. പക്ഷെ പ്രണയത്തിൻ്റെ എൻഡ് റിസൾട്ട് ഇതിൻ്റെ അത് കാണിക്കുന്നുണ്ട്. പക്ഷേ പ്രണയത്തിൻ്റെ സംഭവങ്ങളൊക്കെ ചിലപ്പോൾ നെക്സ്റ്റ് സീസണിലായിരിക്കും വരുന്നത്. ഓക്കെ. ബേസിക്കലി അൽത്താഫ് ഒരു കോഴിയാണോ അതോ ഫുഡിയാണോ, എങ്ങനെയാണ് ഇതിൻ്റെ അതോ? അങ്ങനെ അൽത്താഫ് ഫുഡി പുള്ളിക്ക് അങ്ങനെ ഒരു സംഭവമില്ല. പുള്ളി ഒരു കുറച്ച് എല്ലാത്തിൻ്റെയും ഒരു എന്താ പറയുന്ന കോൺസിക്വൻസസിനെ പറ്റി ചിലപ്പോൾ ആലോചിക്കുന്ന ഒരു ക്യാരക്ടറായിരിക്കും ഈ അൽത്താഫ്. പല സംഭവങ്ങളുടെയും കോൺസിക്വൻസസിനെ പറ്റി ആലോചിക്കും. അല്ലെങ്കിൽ പക്ഷേ എന്നാൽ ഫ്രണ്ട്സിന് വേണ്ടി കൂടെ നിൽക്കുന്നതും എല്ലാത്തിനും കൂടെ നിൽക്കുന്നുണ്ട്. അത് സീരീസിൽ പല സ്ഥലങ്ങളിലും മനസ്സിലാവും. ഭയങ്കര കട്ടയ്ക്ക് സപ്പോർട്ടാണ് പുള്ളി. ഓക്കെ. ബാക്കി ഉള്ള ആൾക്കാരെ കുറിച്ചും കൂടി ഇതിൻ്റെ അത് സഞ്ജു ബ്രോ ആണ്. ഇതിൻ്റെ അത് അരിക്കുട്ടൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്തേക്കുന്നത്. അരിക്കുട്ടൻ പുള്ളി മറ്റേ ഇങ്ങനെ സ്കൂളിൽ നിന്ന് ഇതിനുള്ള അരി മോഷ്ടിച്ചെന്നുള്ള പേര് അങ്ങനെ ചീത്തപ്പേര് കിട്ടി. അരിക്കുട്ടൻ എന്നുള്ള പേരാണ് പുള്ളിയുടെ ക്യാരക്ടർ. എൻ്റെ അൽത്താഫ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ശ്രീനാഥ് ബാബു പുള്ളി എല്ലാത്തിലും ഉണ്ട്. ആവാസവും പുരുഷപ്രയത്തിലും എല്ലാത്തിലും ഉണ്ട്. പുള്ളിയുടേത് കഞ്ഞി എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്. പുള്ളിയാണ് കൂട്ടത്തിൽ കുറച്ച് സൈക്കോ, കുറച്ച് വയലൻ്റ് ആണ് പുള്ളി ആള്. കണ്ടാൽ ഭയങ്കര ഞാനും പുള്ളിയും കൂടെ ചേർന്ന് കുറേ കോമഡി പരിപാടികളൊക്കെ ഇതിൻ്റെ അകത്ത് ചെയ്തേക്കുന്നത്. പക്ഷെ എന്നാലും പുള്ളി കോമഡി വിട്ട് കഴിഞ്ഞാൽ പുള്ളി സൈക്കോ ആണ്. നല്ലൊരു കാറ് കണ്ടാൽ വരയ്ക്കണം എന്നൊക്കെ തോന്നുന്നു. അങ്ങനെ അല്ല, മറ്റല്ലാതെ അടിയിലുടിയിലൊക്കെ വയലൻ്റ് ആണ് ആള്. അപ്പം പെട്ടെന്ന് വയലൻ്റ് ആയി പോവും. അപ്പോൾ അങ്ങനത്തെ തരത്തിലാണ്. പിന്നെ ശംഭു ആണ് മണിയൻ എന്ന ക്യാരക്ടർ. പുള്ളി ഒരു സിംഗറാണ് ബേസിക്കലി. ഇതിൻ്റെ അകത്തൊരു പാട്ട് പാടി സിനിമയിലൊക്കെ പാടാൻ ഇങ്ങനത്തെ കച്ചവടങ്ങളും പരിപാടികളും ഈ ഗ്യാങ്ങിൻ്റെ കൂടെ ഉണ്ടെങ്കിലും പുള്ളിയുടെ ആഗ്രഹം സിനിമയിൽ പാടുക എന്നൊക്കെ ഉള്ളതാണ് പുള്ളിയുടെ ആഗ്രഹം. അത് മണിയൻ എന്നാണ് ക്യാരക്ടറിൻ്റെ പേര്. പിന്നെ സച്ചിനാണ് നമ്മുടെ 4.5 അര. പുള്ളി മൂങ്ങ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്. അതിന് ഒരു ബാക്ക് സ്റ്റോറി ഉണ്ട് മൂങ്ങ എന്നുള്ള പേര് കിട്ടുന്നതിന്. അപ്പം ഇതൊക്കെയാണ് ഈ ഗ്യാങ് 4 സംഘം എന്ന് പറഞ്ഞത്. ഇതാണ്. ഇനി നമുക്ക് നമ്മുടെ നായികമാരിലേക്ക് പതുക്കെ വരാം. അതിൽ ദർശനയുടെ ക്യാരക്ടർ പറഞ്ഞു കൊല്ലണം എന്നൊരു വിചാരം മാത്രമേ ഉള്ളൂ. മൊത്തം ഫ്രസ്ട്രേഷൻ ആണെന്ന് തോന്നുന്നു. ഇറിറ്റേഷൻ, ഫ്രസ്ട്രേഷൻ, മുഖത്ത് ചിരിയൊന്നും. അതിനും ഒരു കാരണമുണ്ട്. പുള്ളിക്കാരി അങ്ങനെ ആയതിൻ്റെ ഒരു റീസൺ ഉണ്ട്. പുള്ളിക്കാരി അത് ഗംഭീരമായിട്ട് ചെയ്തിട്ടുമുണ്ട്. പിന്നെ അറിയാമല്ലോ ദർശന ഓബ്വിയസ്ലി വിൽ നെയിൽ ഇറ്റ് എന്നുള്ളത് നമുക്കറിയാം. അത് പുള്ളിക്കാരി ഇടവായിട്ട് ചെയ്തിട്ടുമുണ്ട്. ഈ അങ്ങനെ ആയത് നമുക്ക് ഇത്രയും സീരീസ് കണ്ടു കഴിയുമ്പോൾ ആൾക്കാരുടെ പെർസ്പെക്റ്റീവ് എങ്ങനെ ആവും എന്നറിയില്ല. പുള്ളിക്കാരിയുടെ ക്യാരക്ടറിനെ പറ്റി എന്ത് വേണമെങ്കിലും ആവാം. വില്ലനാണോ നായനാണോ എന്ത് വേണമെങ്കിലും നമുക്ക് ചിന്തിക്കാം. അപ്പോൾ അതൊക്കെ ഒരു സംഭവം സീരീസ് കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും. ഒരു സസ്പെൻസാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്വീറ്റ് കാരം കോഫിയിൽ വന്നു. അത് ലോക്കയിൽ ഇപ്പം എനിക്കൊന്ന് സ്ക്രീൻ പ്ലേ അസിസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ശാന്തിയുടെ ക്യാരക്ടർ എന്താണ്? എന്തെങ്കിലും ഒരു നിങ്ങളുടെ കൂടെ നിൽക്കുന്നവരാണോ? നമ്മുടെ അരിക്കുട്ടൻ്റെ ഒരു ലവ് ഇൻട്രസ്റ്റ് ആണ്. കിങ്ങിണി എന്നാണ് ആ ക്യാരക്ടറിൻ്റെ പേര്. അത് ശരി. കിങ്ങിണി അത് രസമുള്ള ക്യാരക്ടറാണ്. പുള്ളിക്കാരി അത് ചില 2-3 സംഭവങ്ങൾ കണ്ടതിൽ നല്ല എന്താ പറയുക വളരെ മോട്ട് ചെയ്ത് പെർഫോം ചെയ്യേണ്ട ചില സാധനങ്ങളൊക്കെ പുള്ളിക്കാരി നെയിൽ ചെയ്തിട്ടുണ്ട്. അത്
നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ശാന്തി, പിന്നെ സെറിനുണ്ട്, സെറിൻ ഷിയാബ്, ഈ മണിയൻ്റെ ലവ് ഇൻട്രസ്റ്റ്, അങ്ങനെ. പിന്നെ എൻ്റെ ഇതായി പേരായിട്ടാണ് കേത്തക്കി നാരായണൻ ഉള്ളത്, പുള്ളിക്കാരിയുണ്ട്. പിന്നെയും ഫീമെയിൽ ആർട്ടിസ്റ്റ് ഉണ്ട്. സായി ഉണ്ട്, നമ്മുടെ രാഹുൽ രാജഗോപാൽ, പുള്ളി എല്ലാ ആവാസവും എല്ലാ കൃഷ്ണാന്തേട്ടൻ്റെ മൈക്കിൾ കെയിൻ പോലെയാണ് പുള്ളി, എല്ലാ പടത്തിലും പുള്ളി ഭയങ്കര നല്ല ആക്ടറുമാണ്, പുള്ളിയുണ്ട്. അപ്പോൾ അങ്ങനെ വിഷ്ണു അഗസ്ത്യ, അങ്ങനെ ഒരുപാട് വിജയരാഘവൻ സാറ്, കുറേ ഉണ്ട്. ആരും ഇല്ല മലയാള ഇൻഡസ്ട്രിയിൽ നല്ല ആക്ടേഴ്സിനെ എല്ലാവരും എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. എല്ലാവരും എടുത്തിട്ടുണ്ട്. ഓക്കെ, ഓക്കെ. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ പറഞ്ഞല്ലോ, ഒരു ടൈപ്പ് കാസ്റ്റ് ചെയ്ത് ചോക്ലേറ്റ് ബോയ് ക്യാരക്ടേഴ്സ് ഇങ്ങനെ ചെയ്ത് വന്നു. പിന്നെ ഇങ്ങനെ എന്താ പറയുക, വന്ന് ഒരു സ്റ്റോപ്പ് ആയതുപോലെ ഒരു ഫീലിംഗ് വന്നു. അതിനുശേഷം നമ്മൾ റൈസപ്പ് ചെയ്യുന്നൊരു, എല്ലാവർക്കും ഉണ്ടാവുമല്ലോ ഒരു ദിവസം, ആ റൈസപ്പ് ചെയ്യുന്നൊരു, എനിക്ക് തോന്നുന്നു ആ ഒരു പീരീഡിലാണ് നിൽക്കുന്നതെന്ന് തോന്നുന്നു. കാരണം കാണുമ്പോഴും ആ വൈബുണ്ട്, അതിൻ്റെ ട്രെയിലറിലും ആക്ടിങ്ങിലൊക്കെ ആ വൈബ് ഫീൽ ചെയ്യുന്നുണ്ട്. ഹൗ യു ഫീൽ നൗ? ശരിക്കും തോന്നുന്നുണ്ടോ ഞാൻ ആഗ്രഹിച്ച പോലെ ആക്ടിങ് എനിക്ക് തുടങ്ങാൻ പറ്റി? ആഗ്രഹിച്ചതായിരിക്കില്ല, ആഗ്രഹിച്ചത് ആദ്യമേ രക്ഷപ്പെടണമെന്നായിരിക്കും ചിലപ്പോൾ ആഗ്രഹിച്ചത്. പക്ഷേ അതിനൊരു കോഴ്സ് ഓഫ് എന്തോ ഒരു സംഭവങ്ങളുണ്ട്. എനിക്കത് കുറേ ഫെയിലിയേഴ്സിൽ നിന്നും ഇതിൽ നിന്നും എല്ലാം കുറേ കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റി. കുറച്ച് ട്രെയിനിങ് ഞാൻ പോയി, മറ്റേ വർക്ക്ഷോപ്പിലൊക്കെ പോയി, അഭിനയത്തിൻ്റെ ഇതിന് പോയി, ഞാൻ ആദിശക്തിയിൽ പോയി. അപ്പം അങ്ങനെയൊക്കെ ഞാൻ ഒരു കോൺഷ്യസ്ലി ഒരു എഫേർട്ടും കൂടെ നമ്മുടെ ഭാഗത്തുനിന്ന്, കാരണം ഇതൊരു ലേണിംഗ് ഇതും കൂടെയാണ്. പിന്നെ അപ്പം നമ്മൾ ഓൾറെഡി ഞാനൊരു സിനിമ നടൻ്റെ മകനും കൂടെയാണ്. അപ്പം എന്താ വെച്ചാൽ ഫെയിലിയർ വന്നാൽ ഈസിലി ഭയങ്കരമായിട്ട് അത് എന്താ പറയുന്നത്, അങ്ങനത്തെ ഒരു ഫെയിലിയർ ആവാൻ ചാൻസ് ഉള്ളൊരു സംഭവം കൂടെയാണ്. മോർ ടു ലൂസ് എന്ന് വേണമെങ്കിൽ പറയാം. ബിക്കോസ് അച്ഛൻ ഇത്രയും പേരുണ്ടാക്കിയപ്പം അത്രയും എന്താ പറയുക, ചാൻസ് ഭയങ്കരമായിട്ട് കൂടുതലാണ്. ഓൾറെഡി അങ്ങനെ പറയുന്ന, ഐ മീൻ ലൈക്ക് ഇങ്ങനെ സിനിമ, മറ്റേ ചില വീഡിയോസ് വരുമല്ലോ, സിനിമ നടന്മാരുടെ മക്കൾ ആരൊക്കെ ക്ലച്ച് പിടിച്ചില്ല, അങ്ങനെ വീഡിയോസ് ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങാറുണ്ട്. അല്ല, എൻ്റെ പേര് വരുന്ന സമയത്തൊക്കെ കുറച്ച് സപ്പോർട്ട് ചെയ്യുന്ന കാണുമ്പോഴും സന്തോഷമാണ്. അത് നമുക്കൊരു ഡ്രൈവിംഗ് ഇതും കൂടെയാണ്, ഡ്രൈവിംഗ് ഫോഴ്സും കൊണ്ട്. അപ്പം ഇതുവരെ കണ്ടതിലും എന്നെ ഇഷ്ടപ്പെട്ട ആൾക്കാരുണ്ട്. ഇപ്പം ഫൈനൽസ് ആണെങ്കിലും ബോബി ആണെങ്കിലും കാക്കിപ്പടയാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ഇഷ്ടപ്പെട്ട ആൾക്കാരുണ്ട് എന്നുള്ള ഇത് വരും. അപ്പം ഞാൻ വിചാരിച്ചു നമ്മളൊരു കോൺഷ്യസ് ഭയങ്കര എഫേർട്ട് എടുക്കണം എന്നുള്ളത്, അങ്ങനെയാണ് ട്രെയിനിങ്ങിന് പോയത്. പിന്നെ നല്ല ടീമുകളിൽ എത്തിച്ചേരുക എന്നുള്ളത് അതൊരു ഭാഗ്യം കൂടെയാണ് നമുക്കത്. അപ്പം ഭാഗ്യവശാൽ അത് എത്തി. അപ്പം നമ്മളതിന് മാക്സിമം 100% എഫേർട്ട് ഇടണം. എന്താണ്, വേറൊരാളിടുന്നതിനെക്കാട്ടിയും എഫേർട്ട് മാക്സിമം നമ്മൾ ട്രൈ ചെയ്യണം. കാരണം ഒരിക്കലും ഒരു ചീത്തപ്പേര് അല്ലെങ്കിൽ ഞാൻ കാരണം അവർക്കൊരു ബുദ്ധിമുട്ടോ അങ്ങനെ ഒന്നും ഉണ്ടാകാൻ പാടില്ല. അപ്പം അതെല്ലാം ഞാൻ കെയർഫുള്ളായിട്ട് നോക്കുന്നുണ്ട്, എഫേർട്ട് ഇടുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഈ ചെയ്തതിൽ ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പം ആണ് പ്രോപ്പർലായിട്ട് നല്ല നല്ല കണ്ടന്റിലോട്ടൊക്കെ എത്തിപ്പെട്ടത്. ഇല്ല, എത്രത്തോളം എനിക്ക് തോന്നുന്നത് മാരേജിന് ശേഷമുള്ള നിരഞ്ജൊരു ഡിഫറെൻ്റ് ആയിട്ടൊരാളായിട്ട് എനിക്ക് ഫീൽ ചെയ്യണം. ഓക്കെ, എന്താ പറയുക, ഇതല്ലേ എത്രത്തോളമാണ് വൈഫിൻ്റെ ഒരു ഇൻഫ്ലുവൻസ്? ഭയങ്കര ഇൻഫ്ലുവൻസ് ഉണ്ട്. കാരണം ഈ നല്ല പ്രോജക്ട്സ് മാത്രം ചെയ്യണം, അല്ലെങ്കിൽ അതിൽ നല്ല കണ്ടന്റിൽ മാത്രം അഭിനയിക്കണം, അങ്ങനെയൊക്കെ ചെയ്യുമ്പം തീർച്ചയായിട്ടും ഫിനാൻഷ്യലി ഒരു പ്രശ്നം ഉണ്ടാവും. പക്ഷേ വൈഫ് വർക്ക് ചെയ്യുന്നുണ്ട്, പുള്ളിക്കാരി ഭയങ്കര സപ്പോർട്ടാണ്, എല്ലാ രീതിയിലും സപ്പോർട്ടാണ്. വൈഫിൻ്റെ ഫാമിലി ഭയങ്കര സപ്പോർട്ടാണ്, എൻ്റെ ഫാമിലി ഭയങ്കര സപ്പോർട്ടാണ്. അപ്പോൾ എനിക്കൊക്കെ ബുദ്ധിമുട്ട് വന്നാൽ അച്ഛൻ്റെ അടുത്ത് ചോദിക്കാം, ചേട്ടൻ്റെ അടുത്ത് ചോദിക്കാം, വൈഫിൻ്റെ അടുത്ത് ചോദിക്കാം. അപ്പോൾ അതൊക്കെ ഒരു എന്താ പറയുക, നമുക്കൊരു കോൺഫിഡൻസ് ബൂസ്റ്ററും കൂടെയാണ്. അവരൊക്കെ നമ്മളെ രക്ഷിക്കാനും സഹായിക്കാനൊക്കെ ഉണ്ട്. അതുകൊണ്ട് എന്നാ വൈഫ് ഒരു ബുദ്ധിമുട്ടുകളോ ഒന്നും മറ്റേ പൊന്നു പോലെ നോക്കുന്നു പറയില്ല. അപ്പോൾ അതുപോലെ എന്താണ്, എന്നെ അച്ഛനും അമ്മയും ഒക്കെ അങ്ങനെ തന്നെയാണ് നോക്കിയതും വളരെ സ്നേഹത്തോടെ. നമ്മൾ അങ്ങനെ ഭയങ്കര ക്ലോസ് നിറ്റ് ഫാമിലിയും കൂടെയാണ്. അപ്പോൾ അത്രയും സ്നേഹം ഒക്കെ വന്ന ഇതിൽ നിന്ന് ഞാൻ കല്യാണം കഴിച്ചപ്പോഴും എനിക്ക് അങ്ങനെ ഒരു ലവ് തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ വൈഫ് ഭയങ്കര സപ്പോർട്ടാണ്. പുള്ളിക്കാരി ഇപ്പം ഞാനിങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ഒട്ടും കൺവിൻസ്ഡ് അല്ലാത്ത സിനിമകൾ പൈസയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ അങ്ങനെ പോയി അഭിനയിക്കരുത്. ഇതൊരു പാഷനല്ലേ, ഇത്രയും ആഗ്രഹിച്ച് ഞാൻ അത്രയും പഠിച്ച് മാസ്റ്റേഴ്സൊക്കെ എടുത്ത ആളാണ്. അത്രയും പഠിച്ച് ഒരു നല്ല ജോലിയിൽ കയറുന്നതിന് പകരം ഞാൻ എൻ്റെ പാഷൻ ഫോളോ ചെയ്ത് ഞാൻ ഈ ഇൻഡസ്ട്രിയിലോട്ട് എങ്ങനെയെങ്കിലും ഒരു നെയിം ഉണ്ടാക്കാൻ നോക്കുകയാണ്. അപ്പോൾ പുള്ളി പറഞ്ഞു, അപ്പം ഇഫ് യു ആർ ഡൂയിങ് ദാറ്റ്, ഡോണ്ട് തിങ്ക് അബൌട്ട് മീ, എന്നെ പറ്റിയുള്ള അങ്ങനെ ഒരു പേടികളും കാര്യമൊന്നും വേണ്ട, യു വർക്ക് ഫോർ ഇറ്റ്. അപ്പോൾ ഭയങ്കര സപ്പോർട്ടാണ്. അത് കിട്ടിയില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്തതിനെ ഞാൻ എപ്പോഴും ആലോചിക്കും. ചിലപ്പോൾ പുള്ളിക്കാരി വേണം ഇത് പറ്റത്തില്ല, ഇങ്ങനെ ഇതെന്തൊരു സ്റ്റേബിൾ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്, ഒരു ജോലി പ്രോപ്പർ ഇത്ര പഠിച്ച ആളൊക്കെ അല്ലേ, അപ്പോൾ ഒരു നല്ല ജോലി എങ്ങനെയാണ് തപ്പിയെടുത്ത് അതല്ലേ ഫോളോ ചെയ്യേണ്ടത്, സ്റ്റേബിൾ ഇൻകം, മന്ത്ലി ഇൻകം വരുന്ന സംഭവം. പക്ഷേ ഇതിപ്പം യു ആർ റണ്ണിങ് ബിഹൈൻഡ് സിനിമ. പക്ഷേ എന്നെ അങ്ങ് സപ്പോർട്ട്, എല്ലാവരും നിരഞ്ജനയുടെ ഫാമിലി ആണെങ്കിലും സപ്പോർട്ടാണ്.
പിന്നെ എൻ്റെ ഫാമിലി ഓബിയസ്ലി എപ്പോഴും ഭയങ്കര കട്ട സപ്പോർട്ടാണ്. അപ്പോൾ റൈറ്റ്. ഓക്കെ. ഇപ്പോൾ ഫൈനൽസിൽ നമ്മൾ കണ്ടതാണ്, ഭയങ്കര നല്ല മനസ്സ് തൊടുന്ന ഒരു ജോഡിയായിരുന്നു നിങ്ങൾ രണ്ടുപേരും, രജിഷയും. എത്രത്തോളമാണ് അത് ഇപ്പോൾ മസ്തിഷ്ക മരണത്തിൽ വർക്കൗട്ടായി? ഞാൻ രജിഷ ആക്ച്വലി വർക്ക് ചെയ്ത പടം ഫസ്റ്റ് പടം ഫൈനൽസ് ആണ്. അത് അത്യാവശ്യം നല്ല പടം എന്നുള്ള ഇതുണ്ട്. രണ്ടാമത്തത് മധുരമനോഹര മോഹമാണ്, അതും ഹിറ്റായിട്ടുള്ള സിനിമയാണ്, നല്ല പടമാണ്. അതെ, അങ്ങനത്തെ ഒരു ക്യാരക്ടർ. ഇത് മൂന്നാമത്തതാണ് മസ്തിഷ്ക മരണം. അതും ഒരു ഭയങ്കര എന്താ പറയുക, നമ്മൾ വർക്ക് ചെയ്ത പടത്തിനെ പറ്റി നമ്മൾ തന്നെ അങ്ങനെ പൊക്കാൻ പാടില്ലെങ്കിലും ഭയങ്കര എക്സൈറ്റിംഗ് ആണ്. ഒരു ആൾക്കാർ തിയേറ്ററിലോട്ട് എത്തിക്കണം, ആൾക്കാരെ എത്തിച്ചു കഴിഞ്ഞാൽ അവരെല്ലാം ഞെട്ടാൻ പോകുന്നൊരു സാധനം തന്നെയായിരിക്കും. കഥാപരമായിട്ടും ആരും പ്രതീക്ഷിക്കാത്തൊരു സാധനം, തമാശകളാണെങ്കിലും കോമഡി ആണെങ്കിലും ആക്ഷനും പരിപാടി എല്ലാം കൊണ്ടും ഒരു ഫുൾ ഒരു എക്സ്പീരിയൻസ്, തിയേറ്റർ എക്സ്പീരിയൻസ് കൊടുക്കാൻ പറ്റുന്നൊരു സിനിമ തന്നെയാണ്. തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ്, OTT എന്നല്ല ഞാൻ പറയുന്നത്, തിയേറ്ററിൽ തന്നെ മറ്റേ ഫുൾ സൗണ്ടും പരിപാടികളൊക്കെ ആയിട്ട് കാണേണ്ട സിനിമയാണ്. ശരിക്കും പറഞ്ഞാൽ രജിഷ വണ്ണം കുറച്ച് നമ്മളെ ഞെട്ടിച്ചത് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ്. മസ്തിഷ്ക മരണത്തിന് വേണ്ടിയിട്ടാണ് പുള്ളിക്കാരി മെലിഞ്ഞ്. ഭയങ്കര അടിപൊളി പെർഫോമൻസുമാണ്, രസമുള്ള പരിപാടിയാണ്. അത് ഭയങ്കര ഒരു പ്രത്യേക ക്യാരക്ടറും കൂടെയാണ് പുള്ളിക്കാരിയുടെ. അതിൻ്റെ അകത്ത് എനിക്ക് കൃഷാന്തിന് തന്നെ പടമല്ലേ? കൃഷാന്തനാണ് അത് ഡയറക്റ്റ് ചെയ്യുന്നത്, പുള്ളിയുടെ തന്നെ. നിങ്ങളുടെ ക്യാരക്ടേഴ്സിന്റെ പേരെന്താ? അതിൻ്റെ അകത്ത് എൻ്റെ പേര് ബിമൽ രാജ് എന്നാണ്, രജിഷയുടെ പേര് ഫ്രിഡ സോമൻ എന്നാണ്. ഫ്രിഡ സോമൻ. അവിടെ ഇങ്ങനെ അങ്ങനൊന്നുമില്ലല്ലോ, അതിൻ്റെ സ്ലാങ് അങ്ങനൊന്നുമില്ല, ഫ്യൂച്ചറാണ്. 2047 ആ സമയത്ത് 47-50 നടക്കുന്ന ഒരു കഥയാണ്. ഓക്കെ. എന്തെങ്കിലും അതിനെ കുറിച്ച്, ഫിലിമിനെ കുറിച്ച് പറയാം? എനിക്ക് അത് ഭയങ്കര പേടിയാണ്, അത് കാരണം അത് മസ്തിഷ്ക മരണം എന്ന് സാധാരണ നമ്മൾ പറയാന്ന് വെച്ചാൽ ബ്രെയിൻ ഡെത്ത്. അത് നമ്മൾ മെഡിക്കൽ ടേം ആണ്. മെഡിക്കൽ ടേം ബ്രെയിൻ ഡെത്ത് സംഭവിച്ചു എന്ന് ഡോക്ടേഴ്സ് വന്ന് പറയുമ്പോൾ ഉണ്ടാവണം നമുക്കൊരു വിഷാദമാണ്. എനിക്കിത് പക്ഷെ അങ്ങനെ ആയിട്ട് തോന്നുന്നു. ഇതൊരു ടെക്നോളജി പരമായിട്ടും ഇതിന്റെ ഫുൾ പടത്തിന്റെ പേര് തന്നെ മസ്തിഷ്ക മരണം, ഫ്രാങ്കൻ ബൈറ്റിംഗ് ഓഫ് സൈമൺസ് മെമ്മറീസ് എന്നാണ് പറയുന്നത്. അപ്പൊ അതാണ് പടത്തിന്റെ പേര്. ആരാണ് ഈ സൈമൺ? അത് പടം കാണാൻ സസ്പെൻസ് ആണ്. അപ്പൊ അങ്ങനെ പക്ഷെ അത് ഹോളിവുഡ് പടം, നമ്മളൊരു ഫിലിം മേക്കർ ഹോളിവുഡ് പടം ചെയ്ത് പ്രോപ്പർ ഹോളിവുഡ് പടം ചെയ്തിട്ട് ഫുൾ മലയാളികൾക്ക് വേണ്ടി കോമഡിയും സാധനങ്ങളും ഇട്ട് അങ്ങനെ ഒരു സാധനം ചിന്തിച്ച് നോക്കിയാൽ കൃത്യമായിട്ട് അത് കൂടുതലൊന്നും പറയില്ല. ആവാസ വ്യൂഹം ആയാലും ശരി, പുരുഷപ്രേതം ആയാലും ശരി, അത് കണ്ട ആൾക്കാർക്ക് നമ്മൾ പ്രതീക്ഷിക്കും ഒരു മിനിമം സ്റ്റാൻഡേർഡ്. ഇത് നമുക്ക് പറയാം, പ്രതീക്ഷിച്ചോളൂ. നിങ്ങൾ തിയേറ്ററിൽ വന്നാൽ വേറെ നിങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു അനുഭവം തന്നെയായിരിക്കും കിട്ടാൻ പോകുന്നത്. അത് ഇപ്പം നാലര സംഘം ഓബിയസ്ലി OTT-ലാണ് എല്ലാവരും വീട്ടിൽ നിന്ന് കാണുന്നത്. പക്ഷേ മറ്റേ തിയേറ്ററിൽ പോയി, പക്ഷെ ഞാൻ കൂടുതൽ പറയാൻ പറ്റില്ല, പാടില്ല. എങ്ങനെ ഈ എക്സൈറ്റ്മെന്റ് കൺട്രോൾ ചെയ്യണം ശരിക്കും. ഒരു കാലത്ത് നമ്മൾ ഈ സ്റ്റോറീസ് ഒക്കെ പറയാൻ സ്റ്റാർസിൻ്റെ അടുത്തൊക്കെ പോകുമ്പോഴും അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സിൻ്റെ അടുത്തൊക്കെ പോകുന്ന സമയത്ത് അവർ പറയുന്നൊരു കാര്യമുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കും, ഇത് കറക്റ്റായിരുന്നു, ഞാൻ ഇദ്ദേഹത്തിന് കറക്റ്റ് ആപ്റ്റായിരിക്കും ക്യാരക്ടർ എന്ന് പറയും. അവർ ആയിരിക്കാം വീണ, പക്ഷെ സാറ്റലൈറ്റ് ഇല്ലല്ലോ. ഇത് സ്ഥിരം ഞാൻ കേൾക്കുന്നൊരു സാധനം. അല്ല, നമ്മളൊരു അവസരം കൊടുത്താലേ സാറ്റലൈറ്റ് ഉണ്ടായി വരുള്ളൂ. ഒന്ന് നമ്മളൊന്ന് അപ്പൊ അങ്ങനെ ഒരു, ഞാൻ ശരിക്കും നിരഞ്ജന്റെ പേര് ഒരിടത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അന്ന് എനിക്ക് കിട്ടിയ മറുപടിയാണ് ഞാൻ ഈ പറയുന്നത്. ഇപ്പോഴത്തെ കാര്യമല്ല, കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ്. അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, അല്ല നിരഞ്ജൻ കറക്റ്റ് ആയിരിക്കും, നിരഞ്ജന്റെ കൂടെ മറ്റേ ആ പയ്യനില്ലേ, ആ പയ്യനൂടെ കറക്റ്റ് ആയിരിക്കും, ഞാൻ നിരഞ്ജനോട് വന്ന സ്റ്റോറിയും പറഞ്ഞു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു കാലത്ത് നിന്ന് ഓൾമോസ്റ്റ് ഒരു നെപ്പോ കിട്ടായിരിക്കാം, അല്ലെങ്കിൽ അതിൽ നിന്ന് എഴുതള്ളേണ്ട ഒരാളാണ് എന്നൊക്കെ പല 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 തരത്തിലുള്ള ഡയലോഗ്സ് ഒക്കെ കേട്ട് ഇന്ന് എനിക്ക് തന്നെ അടുത്തിരിക്കുമ്പോൾ ഒരു വൈബ് ഫീൽ ചെയ്യുന്നുണ്ട്, ഒരു ഡിഫറെൻറ്റ് വൈബ്, ഒരു ആക്ടേഴ്സ് വൈബ് ഫീൽ ചെയ്യുന്നുണ്ട്. എടുത്ത് നിൽക്കുമ്പോൾ വാട്ട് യു ഫീൽ? അവരോടൊക്കെ എന്ത് മറുപടിയാണ് പറയാനുള്ളത്? അപ്പം ഇപ്പം ഞാനിപ്പോൾ ആലോചിക്കും, പണ്ടൊക്കെ നമ്മൾക്കിത് കേൾക്കുമ്പോൾ ഒരു വിഷമം, അല്ലെങ്കിൽ അങ്ങനെ ഒരു പല പ്രോജക്ട്സിൽ നിന്നും അങ്ങനെ മാറേണ്ടി വന്നിട്ടുണ്ട്, ചാൻസ് പോയിട്ടുണ്ട്. അപ്പോൾ അന്നൊക്കെ വിഷമം തീർച്ചയായിട്ടും ഉണ്ട്. പിന്നെ അത് ഞാൻ അറിയുന്നത് അവരുടെ പോയിന്റ് ഓഫ് വ്യൂന്നും കൂടെ ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. അവരിപ്പോൾ ഒരു പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നവരാകുമ്പോൾ ആലോചിക്കും. പക്ഷെ ഇപ്പോൾ ഇന്നത്തെ കാലം അത് മാറി. ഇപ്പം കണ്ടന്റ് നന്നായാൽ അതാണ്, അല്ലാതെ ഇപ്പോൾ ഒരു ആക്ടറിന്റെ പേരിൽ സെയിൽ നടക്കണമെങ്കിൽ അത് ഓബ്വിയസ്ലി ഹൂ ഇറ്റ് ഹാസ് ടു ബി. പക്ഷേ ഇന്ന് അതില്ല. പക്ഷെ അന്നത്തെ പോയിന്റ് അവർ ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ ഭാഗത്തു നിന്ന് അത് ന്യായമുള്ള കാര്യമാണ്. റിജക്റ്റ് ചെയ്യുന്നെങ്കിൽ അത് തീർച്ചയായിട്ടും ഇറ്റ്സ് ഓബ്വിയസ്ലി ദെയർ മണി. അപ്പം അങ്ങനെ പറയുന്നു. അപ്പോൾ എനിക്കങ്ങനെ ആരോടും വിരോധമില്ല. ഇപ്പം നെപ്പോ കിഡ് എന്നുള്ള ഇതിലും, അല്ലെങ്കിൽ അങ്ങനെ ഫെയിലിയർ, അല്ലെങ്കിൽ അതിൻ്റെ അഭിനയങ്ങൾ അങ്ങനെ പറയുന്ന ആരോടത്തും എനിക്കിപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു വിരോധമില്ല. കുറേ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, നല്ല കമൻസ് എപ്പോഴും വായിക്കാറുണ്ട്, മോശം കമൻസ് വായിക്കാറുണ്ട്. എല്ലാം ആൾക്കാരുടെ ഓരോ മൂഡ് പോലൊക്കെ ഇരിക്കും. നല്ലൊരു പടം വന്നാൽ അത് മാറും, വീണ്ടും ഒരു മോശം പടം ചെയ്താൽ അത് വീണ്ടും മാറും. ഒരു വെള്ളിയാഴ്ച മതി, മാറിക്കൊണ്ടേയിരിക്കും. ഇപ്പം നമ്മളിപ്പം 100% കൊടുത്ത്
ഇറസ്പെക്റ്റീവ് ഓഫ് ദ ഫാക്ട് ഒരു സിനിമാ നടൻ്റെ മകനാണെങ്കിലോ അല്ലെങ്കിൽ സിനിമാ നടൻ്റെ മകൻ അല്ലെങ്കിലോ ആരാണെങ്കിലും ഒരു നമ്മുടെ ഈ ഒരു എഫേർട്ട് എന്ന് പറഞ്ഞൊരു സംഭവം, അല്ലെങ്കിൽ ഡീസൻസി, എഫേർട്ട്, ഡിസിപ്ലിൻ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ ഫോളോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. ഓൺ ടൈം, ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കില്ല, എനിക്ക് ആരോടും മോശമായിട്ട് പെരുമാറാൻ ഇഷ്ടമല്ല. ദേഷ്യം പണ്ടൊക്കെ എനിക്കൊന്ന് കുറച്ച് പണ്ടൊക്കെ ഭയങ്കര ദേഷ്യം ഒക്കെ, ഫ്രസ്ട്രേഷനും ദേഷ്യമൊക്കെ വരുന്നൊരു കൂട്ടത്തിലായിരുന്നു. ഇപ്പം ഞാനങ്ങനെ ദേഷ്യം ഒക്കെ ഞാൻ ഉള്ളിൽ, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഓടാൻ പോവോ, അല്ലെങ്കിൽ ടെന്നീസ് കളിക്കാൻ പോവോ, ഫുട്ബോൾ കളിക്കാൻ പോവോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് എൻ്റെ ഫ്രസ്ട്രേഷൻ, അല്ലെങ്കിൽ വണ്ടി ഓടിച്ച് ഡ്രൈവിങ്, അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഞാൻ അതങ്ങ് ചാനൽ ചെയ്ത് വേറെ രീതിയിലോട്ട് ചാനൽ ചെയ്ത് കളയും. ഇപ്പം അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ല. എല്ലാം ഇപ്പോൾ കിട്ടുന്ന ഇതൊക്കെ ഒരു ഭാഗ്യമല്ലേ എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. ഭയങ്കര ഒരു ഗ്രാറ്റിറ്റ്യൂഡാണ് തീർച്ചയായിട്ടും. ഡെഫിനറ്റ്ലി. ഒരു ആക്ടർ, ഇപ്പം മമ്മൂക്ക പറയുന്ന പോലെ ആക്ടറിൻ്റെ ഏറ്റവും വലിയ വെഹിക്കിൾ എന്ന് പറയുന്നത് സ്വന്തം ബോഡിയാണ്. അപ്പം ആ ബോഡിയിൽ നമ്മൾക്ക് ഒരു അസുഖം വരാതെയും അല്ലെങ്കിൽ അത് ഫിറ്റായിട്ട് കീപ്പ് ചെയ്തും ഒക്കെ നമ്മൾ നല്ല സൂക്ഷിച്ച് കൊണ്ടുപോകണം എന്ന് പറയും. അപ്പോൾ അത് കീപ്പ് ചെയ്യണമെങ്കിൽ മനസ്സ് ശരിയാവണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ നമ്മൾ അതായിരിക്കും നമ്മുടെ ബോഡിയെ ബാധിക്കുന്നത്. അപ്പോൾ താങ്കളുടെ ഒരു മൂഡ് സ്വിങ്സ് ഇല്ലാത്ത ആക്ടേഴ്സ് വളരെ കുറവായിരിക്കും. എന്തായാലും മൂഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. അത് ക്യാരക്ടറിൽ നിൽക്കുമ്പോഴോ അല്ലാത്തപ്പോഴോ മാറാം. എങ്ങനെയാണ് സ്വയം മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്, ബാലൻസ് ചെയ്ത് പോകുന്നത്? ഞാൻ ലൈഫിൽ എല്ലാ കാര്യങ്ങളും ഞാൻ കുറേയൊക്കെ തമാശകളിലും, ഇപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ കുറേ ഇഷ്യൂസ്, അച്ഛൻ്റെ അസുഖം, അങ്ങനെ പ്രശ്നങ്ങളും കുറേ അല്ലാത്ത അനാവശ്യമായ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ പോലും നമ്മളെല്ലാം എന്താ പറയുക, പോസിറ്റീവ് ലൈറ്റ് കാണിക്കുക. ഐ മീൻ നമ്മൾ ഇപ്പം എന്തൊക്കെ പറഞ്ഞാലും അവസാനം നമുക്ക് ഫാമിലിയും ഒക്കെ ഉള്ളൂ. തീർച്ചയായിട്ടും ആ ഒരു നമുക്ക് അതിൻ്റെ സത്യാവസ്ഥകളും കാര്യങ്ങളൊക്കെ അറിയാം, പരിപാടികളൊക്കെ അറിയാം. അപ്പോൾ നമ്മളെല്ലാം അങ്ങനെ പോസിറ്റീവായിട്ട് കാണാൻ ശ്രമിക്കുക. തമാശകളിലൂടെ ഞാൻ ഇതിൻ്റെ അകത്ത് അഭിനയിച്ച ശ്രീനാഥുമായിട്ട് തന്നെ നമ്മൾ ഈ ബുദ്ധിമുട്ടുകൾ വേറെ പടങ്ങൾ ചെയ്യാതിരിക്കുമ്പോഴും നമ്മൾ ഈ നല്ല ഇത് മാത്രം ഫോക്കസ് ചെയ്ത് പോകുന്നതിൻ്റെ തീർച്ചയായിട്ടും സ്ട്രഗിൾസ് വരുമ്പോഴൊക്കെ നമ്മൾ ഓരോ ഭയങ്കര കോമഡികളാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കതൊക്കെ വേറെ ആൾക്കാർ ഭയങ്കര ഡീപ്പായിട്ട് ചിന്തിച്ച് അയ്യോ ഇത് നമ്മൾ എന്ത് ചെയ്യും, പക്ഷെ നമ്മൾ ഭയങ്കര അതൊക്കെ തമാശയിൽ നമുക്ക് എന്ത് ചെയ്യാം, നാളെ നീ ഒരു കാര്യം നമുക്ക് ഈസ്റ്റ് ഫോർട്ടിൽ പോയി ഇരിക്കാം, രണ്ടുപേരും കൂടെ മറ്റേ റോഡിൽ ഇരിക്കാം, എന്നിട്ട് അവിടെ എല്ലാവരും കച്ചവടമൊക്കെ ചെയ്താൽ, അങ്ങനെയൊക്കെ നമ്മൾ എല്ലാ രീതിയിലും നമ്മൾ ഭയങ്കര വളരെ ലാഘവത്തോടെ എല്ലാ ആംഗിളിലും ചിന്തിക്കും. നമുക്ക് അങ്ങനെയൊന്നുമില്ല, നഷ്ടപ്പെടാനൊന്നുമില്ല. അപ്പം മാക്സിമം ട്രൈ ചെയ്യുക, തകർക്കുക. നമ്മൾ എങ്ങനെയാണെങ്കിലും നാല് കാലിൽ നിൽക്കണം എന്നുള്ളൊരു സംഭവമാണ് നമ്മൾ ആലോചിക്കുന്നത്. അപ്പം പിന്നെ ബോഡിയുടെ കാര്യം പറയുന്നത്, എനിക്ക് ഫുഡ് ഭയങ്കര അച്ഛനെ പോലെ തന്നെയാണ്, ഫുഡ് ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലുള്ള ആളാണ്. പക്ഷേ ഞാൻ സിനിമയ്ക്ക് വേണ്ടി ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ 4.5 സംഘത്തിൽ ആദ്യം സ്കൂൾ പയ്യനായിട്ട് എന്നുള്ളത് വന്നപ്പോൾ ഞാൻ അതിനുവേണ്ടി ഒരുപാട് മറ്റേ വെയിറ്റ് ട്രെയിനിങ് അല്ലാതെ കാർഡിയോ ഇഷ്ടംപോലെ ഓട്ടവും ഡയറ്റും ചെയ്ത് ഭയങ്കരമായിട്ട് ആക്ച്വലി നല്ലതായിട്ട് മെലിഞ്ഞു. മസ്തിഷ്ക മരണത്തിൽ കുറച്ച് മറ്റേ ബോഡി കാണിക്കുന്ന സീനും പരിപാടികളൊക്കെ ഉണ്ടായിട്ട് അതിനുവേണ്ടി കുറച്ച് നല്ല വെയിറ്റ് ട്രെയിനിങ്ങും പരിപാടികളൊക്കെ ചെയ്ത് ഡയറ്റൊക്കെ ചെയ്ത് അതും ചെയ്ത് കഴിയുമ്പോൾ ഞാൻ പിന്നെ ഒരു മറ്റേ പോയി മധുരവും ബോളിയും പായസവും ഒക്കെ കഴിക്കുന്ന, എനിക്ക് ഭയങ്കര ഫുഡ് ഇഷ്ടമുള്ള ആളാണ്. ഇപ്പം ഞാൻ വീണ്ടും എക്സസൈസൊക്കെ ഉണ്ട്, ഇടയ്ക്ക് മധുരം കണ്ടാൽ കഴിക്കും, അങ്ങനെയൊക്കെ മാക്സിമം കൺട്രോൾ ചെയ്യും. ഓക്കെ. അതുപോലെ തന്നെ ലൈഫിൽ ഫേസ് ചെയ്ത ഏറ്റവും വലിയ ചാലഞ്ച് എന്താണ്? അത് എങ്ങനെയാണ് അത് ടാക്കിൾ ചെയ്തത്? അങ്ങനെ ഒരു പിൻ പോയിന്റ് ചെയ്ത് പറയാൻ അങ്ങനെ കുറേ ചാലഞ്ചസ് ഇപ്പം ഫേസ് ചെയ്ത് അതൊരു എന്താണ് ചാലഞ്ചസ് ഒന്നും വലിയ പ്രശ്നമില്ല. എന്തായാലും ഒന്നും ചെയ്യാൻ പറ്റില്ല, വന്നാൽ വന്നു, അപ്പോൾ നമ്മളതങ്ങ് ഹാൻഡിൽ ചെയ്യുക, അത്രയേ ഉള്ളൂ എന്നുള്ളത്. എന്തായാലും ലൈഫ് ഹാസ് ടു ഗോ ഓൺ. ഒന്നുമല്ല എന്നുള്ള സത്യാവസ്ഥ മനസ്സിലാക്കണമല്ലോ. ഈ ഒരു ഇങ്ങനൊരു പ്ലാനറ്റ് ഇവിടെ ഉണ്ട്, അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ഒന്നുമല്ല, ജസ്റ്റ് ടൈനി മറ്റേ ഡോട്ട് ഓൺ ദ വൈറ്റ് പേപ്പർ എന്ന് പറയുന്ന പോലെ ഉള്ളൂ നമ്മൾ. അതിൻ്റെ അകത്തും ഒന്നുമല്ലാത്ത, അപ്പം നമ്മൾ ഇത്രയും ഒരു ലൈഫ് സ്പാൻ ഉണ്ട്, ഇത്രയും വരെ ജീവിക്കുള്ളൂ, അതിനപ്പുറം ആരും ഇനി എന്തായാലും ജീവിക്കില്ല. ഇവിടെ ആരും ചിരഞ്ജീവികളായിട്ട് ജീവിക്കുന്നില്ല. അപ്പോൾ ഉള്ള സമയം എൻജോയ് ചെയ്യുക, ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക, ആൾക്കാരോട് നന്നായിട്ട് പെരുമാറുക. എനിക്കൊക്കെ ചില സമയത്ത് മറ്റേ ഞാൻ ചൂടായിട്ടുള്ള ആൾക്കാരെ പറ്റി, ഐ മീൻ ദേഷ്യപ്പെട്ടിട്ടുള്ള ആൾക്കാരെ പറ്റിയൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ട് ഞാനത് അന്ന് ചെയ്യേണ്ടായിരുന്നു, അന്നത്തെ ദേഷ്യത്തിൽ അത് ചെയ്തു, ചിലപ്പോൾ അത് ജസ്റ്റിഫൈഡ് ആയിരിക്കും, പക്ഷെ അത് ചെയ്യേണ്ടായിരുന്നു എന്നൊക്കെ ആലോചിച്ച് ഞാൻ സോറി പറയാനും ഒക്കെ എൻ്റെ ഭാഗത്ത് തെറ്റല്ലെങ്കിൽ പോലും, കാരണം അതാണല്ലോ ലിമിറ്റഡ് ഒരു ലൈഫിൻ്റെ അകത്ത് ഒരാളുടെ ഒരു വെറുപ്പോ എന്തൊക്കെ പറഞ്ഞാലും വെറുപ്പുകൾ കാണും തീർച്ചയായിട്ടും. മറ്റേ ഐ ഹവ് റോങ്ഡ് പീപ്പിൾ, അല്ലെങ്കിൽ അവർക്ക് എൻ്റെ അടുത്ത് ദേഷ്യം ഒക്കെ കാണും. പക്ഷേ എനിക്ക് മാക്സിമം അതെല്ലാം അവോയ്ഡ് ചെയ്യാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഓക്കെ. അച്ഛൻ ഓൾറെഡി ഒരു സിംഹാസനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ ഇൻഡസ്ട്രിയിൽ. അദ്ദേഹത്തിന് റീപ്ലേസ് ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിന് പോലും ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല, ആ ലെവലിൽ അദ്ദേഹം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹമായിട്ട് ലൈഫിൽ വർക്ക് സംബന്ധമായാലും, ഐ മീൻ സിനിമ സംബന്ധമായാലും പേഴ്സണലായാലും ഷെയർ ചെയ്ത ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു അഡ്വൈസിൻ്റെ ഫോമിലോ അല്ലെങ്കിൽ അദ്ദേഹത്തിനെ കണ്ടുപഠിച്ച ഒരു കാര്യം എന്ന നിലയിൽ? ഞാൻ നേരത്തെ പറഞ്ഞില്ല, അച്ഛൻ്റെ ഡിസിപ്ലിൻ, ഭയങ്കര ഡിസിപ്ലിൻ ഉള്ളൊരു ആക്ടറാണ്. സമയം പങ്ക്ച്വാലിറ്റിയുടെ കാര്യമാണെങ്കിലും
സത്യം പറഞ്ഞാൽ അച്ഛൻ സിനിമയ്ക്ക് വേണ്ടി അത്രയും എഫേർട്ട് എടുത്തതും അത്രയ്ക്ക് സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്ത ആൾ തന്നെയാണ്. ഏറ്റവും നല്ല ഭക്ഷണം കൊടുക്കുന്ന സെറ്റ്, അല്ലെങ്കിൽ അത് എപ്പോഴും ഫോളോ ചെയ്ത്, കാരണം എല്ലാവരെയും സന്തോഷിപ്പിക്കുക. ഈ ഭക്ഷണം ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ ഭക്ഷണം എപ്പോഴും പോകുമ്പം ഞാൻ എല്ലാവർക്കും ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുന്നത് അതൊരു സന്തോഷമാണ്. ഒരു നേരത്തെ എന്തെങ്കിലും ഒരു എന്താണ് ജ്യൂസാണെങ്കിലോ ഫുഡാണെങ്കിലും അത് ഒരു നേരത്തെ ഒരാൾ നമ്മൾ കാരണം ഒന്നൊരു 5 മിനിറ്റ് സന്തോഷിച്ചു, അല്ലെങ്കിൽ അവരുടെ വയറ് നിറഞ്ഞു എന്നുള്ളത് അതൊരു പുണ്യമായിരിക്കാം. അപ്പോൾ അതൊക്കെ അച്ഛൻ്റെ നിന്ന് പഠിച്ച സംഭവങ്ങളാണ്. അപ്പം കുറേ അങ്ങനത്തെ വാല്യുബിൾ ലെസൺസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ അച്ഛനും നമ്മളൊക്കെ ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട്സ് പോലെ തന്നെയാണ്. അച്ഛനുമായിട്ട് ഭയങ്കര അടിയാവും, 5 മിനിറ്റിൽ സ്നേഹവും. ഞാൻ എന്നും രാത്രി അച്ഛനും അമ്മയ്ക്കൊക്കെ ഉമ്മ കൊടുത്തിട്ടാണ് ഉറങ്ങുന്നത്. അത് വേറെ കൊണ്ടല്ല ശീലിച്ചാണ്. പിന്നെ നമുക്ക് അതല്ലേ നമ്മുടെ ഈ ഒരു ഉള്ള ലൈഫിൽ എല്ലാവരും ഹാപ്പി ആയിരിക്കണം, അല്ലെങ്കിൽ എല്ലാവരോടും നന്നായിട്ട് പെരുമാറണം, അല്ലെങ്കിൽ എല്ലാവരും നല്ലപോലെ നല്ലൊരു മകനായി എന്നുള്ളതും കൂടെ അത് എനിക്ക് വേണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. വളരെ ഇരുത്തം വന്ന ഒരു നമ്മൾ ഡെപ്തിൽ പോകുന്നൊരു സംസാരം, അത് ഒരു റീഡിംഗ് ആണോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്പിരിച്വൽ ഗുരു എന്തെങ്കിലും ഫോളോ ചെയ്യുന്നുണ്ടോ? അങ്ങനൊന്നുമില്ല. നമ്മൾ പിന്നെ തീർച്ചയായിട്ടും കണ്ടും കേട്ടും എന്നൊക്കെ ഇപ്പം ലൈഫിൽ നമ്മൾ ഒരുപാട് പേരെ മീറ്റ് ചെയ്യുന്നു, ഒരുപാട് ഇൻസ്റ്റൻസസ് കൂടെ കടന്നു പോകുന്നു, ഒരുപാട് റിയലൈസേഷൻസ് നമുക്ക് വരുന്നു. എന്തായാലും ഉള്ളിൽ മറ്റേ പഴയ നിരഞ്ജൻ തന്നെയൊക്കെ ആണ്, പക്ഷേ കുറേയൊക്കെ മാറി കാര്യങ്ങളൊക്കെ. ആ ഒരു പെർസ്പെക്റ്റീവ് ഷിഫ്റ്റ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതായിരിക്കും ചിലപ്പം തോന്നിയിട്ടുള്ളത്. ഓക്കെ, ഞാനിപ്പോൾ കുറച്ച് ആൾക്കാരുടെ പേര് പറയേ, അവരെക്കുറിച്ചുള്ള ഒറ്റ സിംഗിൾ ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഇൻസിഡൻറ്റ് എന്താണോ മനസ്സിൽ വരുന്നത് അത്. ഓക്കെ, കൃഷാന്ത്. ഞാൻ ഓൾമോസ്റ്റ് എനിക്കൊന്ന് ഈ ഫുൾ ഇൻ്റർവ്യൂവിലൊരു മുക്കാലും ഞാൻ കൃഷാന്തിനെ പറ്റിയാണ് പറഞ്ഞത്. ഗംഭീര ഈസ് എ വെരി ഗുഡ് ഫ്രണ്ട്, ഭയങ്കര നല്ല ഫിലിം മേക്കർ, ഭയങ്കര രസമുള്ള ഫിലിം മേക്കർ. ഈച്ച് ഡേ നമ്മൾ പുള്ളിയായിട്ട് സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് വി വുഡ് ലൈക്ക് ടു നോ, ബിക്കോസ് ദർ ആർ സോ മെനി ഐഡിയാസ് ഇൻ എ സെറ്റ്. ഇനിയും വരാൻ പോകുന്നതൊക്കെ ഭയങ്കര എപ്പോഴും മേലോട്ടുള്ള സാധനങ്ങളാണ്. ഇപ്പം പുരുഷപ്രേതം, അല്ലെങ്കിൽ അതിന് മുമ്പ് വൃത്താകൃതിയുള്ള ചതുരം, ആവാസവും പുരുഷപ്രേതം, സംഘർഷണം ഒക്കെ നല്ല രസമാണ്. ഇനി പക്ഷേ പുള്ളി ഇങ്ങനെ ഇവോൾവ് ചെയ്യുന്നതിനെക്കാട്ടിയും പുള്ളിക്ക് കിട്ടുന്ന ബഡ്ജറ്റും കാര്യങ്ങളും വെച്ച് പുള്ളി ഇനിയൊക്കെ എല്ലാം വേറെ ലെവൽ സാധനങ്ങളൊക്കെയാണ് വരാൻ പോകുന്നത്. അതപ്പം മനസ്സിലാവും. സോ നെക്സ്റ്റ് ഇസ് നിരഞ്ജ് മണിയമ്പിള്ള രാജു. എന്നെപ്പറ്റി എന്താ പറയുന്നത്? എന്നെപ്പറ്റി ഗൂഫി പേഴ്സൺ ഹൂ ലൈക്സ് ടു വർക്ക് ഹാർഡ് ആൻഡ് ഹൂസ് ട്രൈയിങ് ഹാർഡ് എന്ന് വേണമെങ്കിൽ പറയാം. ഹൂസ് ട്രൈയിങ് ഹാർഡ് വിൽ വൺ ഡേ മേക്ക് ഇറ്റ് ഫോർ ഷുവർ. നെവർ ഗിവ് അപ്പ്. നെവർ ഗിവ് അപ്പ്, അത്രേ ഉള്ളൂ. ഓക്കെ, ശ്രീനാഥ് ബാബു. ഭയങ്കര കമ്പനി. നമ്മളിപ്പോൾ ഭയങ്കര എന്നും വിളിക്കുന്നത് വിഷമങ്ങൾ പറയാൻ പറ്റുന്ന മനസ്സിലാവുന്ന ഒരാൾ. അതിപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ബാക്കി എല്ലാവരും എൻജിനീയേഴ്സും അല്ലെങ്കിൽ ഡോക്ടേഴ്സും അങ്ങനെയൊക്കെയാണ്. കുറേ ഫ്രണ്ട്സ് പല മേഖലകളിലാണ്. അപ്പോൾ അവർക്ക് ചിലപ്പോൾ ഈ സ്ട്രഗിളോ ഈ പ്രശ്നങ്ങളോ അങ്ങനെ മനസ്സിലാവുന്ന ഫ്രണ്ട്സും ഉണ്ട്. തീർച്ചയായിട്ടും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സൊക്കെ ഉണ്ട്. ശ്രീനാഥിന് അത് കറക്റ്റായിട്ട് മനസ്സിലാവും, കാരണം നമ്മൾ ഒരേ പാതയിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് കാര്യങ്ങൾ പറയാം. അതുപോലെ തന്നെയാണ് നമ്മുടെ ഇതിൻ്റെ DOP വിഷ്ണു പ്രഭാകർ, ഗംഭീര സിനിമാറ്റോഗ്രാഫറാണ് പുള്ളി. അപ്പോൾ പുള്ളിയും ഇതുപോലെ നല്ല സാധനം മാത്രം ചെയ്യണമെന്നുള്ള രീതിയിൽ നിൽക്കുമ്പോഴുള്ള സ്ട്രഗിൾസ്, അപ്പോൾ നമുക്കിതെല്ലാം ഷെയർ ചെയ്യാൻ പറ്റുന്ന ഇവരെല്ലാവരുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റും. ശ്രീനാഥ് ബാബു പിന്നെ ഇതുപോലെ തമാശകളിലാണ് കാര്യങ്ങൾ, ഭയങ്കര കോമഡിയാണ് ആൾ. ഓക്കെ, ഇന്ദ്രൻസ്. ഭയങ്കര ഹംബിൾ, ഡൗൺ ടു എർത്ത്, ഹ്യൂമിലിറ്റി എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം നേരത്തെ എന്നെ പറ്റി പറഞ്ഞത് അതൊന്നും അല്ല. ഹ്യൂമിലിറ്റി പുള്ളി വളരെ ഇത്രയും സീസൺഡ് ആയിട്ടുള്ള ആക്ടറാണ്, ഗംഭീര ആക്ടറാണ്. പക്ഷേ പുള്ളി ദ വേ ഹി ക്യാരീസ് ഹിംസെൽഫ് അറൗണ്ട് സെറ്റ് ഇസ് വെരി നോ എയർ അബൌട്ട് ഹിം. എപ്പോഴും ഭയങ്കര എല്ലാവരോടും നന്നായിട്ട് പെരുമാറുന്നു, നല്ല രീതിയിൽ. അതുകൊണ്ട് ആൾക്കാർ ആ റെസ്പെക്റ്റ് കൊടുക്കുന്നു. നന്നായിട്ട് പെരുമാറി എന്ന് പറഞ്ഞിട്ട് നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല. അപ്പോൾ അത് പുള്ളിയുടെ നിന്ന് അത് കിട്ടാവുന്നൊരു സംഭവമാണ്. അപ്പോൾ അത് നല്ല. വിജയരാഘവൻ. അതും പുള്ളിയും ഞാനുമായിട്ട് ഇപ്പം അച്ഛനുമായിട്ടുള്ള ബന്ധവും വെച്ചിട്ട് തീർച്ചയായിട്ടും അത് ഗംഭീര ആക്ടറാണ്. ഇപ്പം അവാർഡും കൂടെ കിട്ടിയിരിക്കുകയാണ്, നാഷണൽ അവാർഡും കൂടെ കിട്ടിയിരിക്കുകയാണ്. പുള്ളിയായിട്ട് വർക്ക് ചെയ്യുമ്പോഴും എന്തെല്ലാം എനിക്ക് എടുത്ത് പറയാനുള്ള സീരീസിലെ സംഭവം എന്താണെന്ന് പറയുന്നില്ല. പക്ഷേ പുള്ളി അവിടെ എടുത്ത എഫേർട്ട്, ഒരു ആക്ടർ, ഒരു ഇത്രയും സീസൺ ആക്ടർ, പുള്ളി എടുത്ത എഫേർട്ടും പരിപാടികളും എന്തും ചെയ്യാൻ റെഡിയാണ് ആസ് എൻ ആക്ടർ. അപ്പം എൻ്റെ അച്ഛൻ്റെ അച്ഛനെക്കാട്ടിയും ചിലപ്പോൾ കുറച്ചുകൂടെ മൂത്തായിരിക്കും, പക്ഷേ പുള്ളി ആ എനർജിയും ആ എഫേർട്ടും പുള്ളി ഞാൻ അത് ചെയ്യാൻ റെഡിയാണ്. ഭയങ്കര രസമാണ് അത് കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും ഞെട്ടി. അവിടെ ക്ലാപ്സൊക്കെ അവിടെ പുള്ളി അത് ചെയ്തത് ഒരു മടിയില്ല പുള്ളിക്ക് അത് ചെയ്യാൻ. ഞാനൊക്കെ പുള്ളീനെ ചവിട്ട് നേടിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. എനിക്കാണെങ്കിൽ ടെൻഷൻ, ദൈവമേ ഇത്രയും സീനിയർ ആക്ടർ ഞാൻ എങ്ങനെ, പക്ഷെ ചെയ്തു. അത് പുള്ളിയെ ചെയ്യാൻ ചെയ്തോ അതൊക്കെ ചെയ്തോളാൻ പറയുന്നൊരു അതൊരു ഭയങ്കര അപ്രീഷിയബിൾ ആയിട്ടുള്ള കാര്യമാണ്. ഈ ആർത്തി പിടിക്കുക എന്ന് പറയില്ല, നമ്മൾ അഭിനയിക്കാൻ വേണ്ടി അത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. ഇവർക്ക് ഇപ്പോഴും ദേ ആർ
റിയലി ഇൻ ടു ഇറ്റ് എന്നുള്ള ഭയങ്കര എൻത്യൂസിയാസ്റ്റിക് അബൌട്ട് ഇട്ട് എന്ന് കാണുമ്പോൾ നമുക്ക് അപ്പോൾ അതാണ് എത്ര വർഷം കഴിഞ്ഞാലും ഇതിൻ്റെ കിക്ക് ഭയങ്കരമാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഓക്കെ, ജഗദീഷ്. അത് തീർച്ചയായും അച്ഛൻ്റെ ഫ്രണ്ട്. അതുപോലെ പുള്ളി ഒരു ഷോട്ടിൽ ഞാൻ അറിയാതെ ചിരിക്കുകയും ചെയ്തത്. പക്ഷെ അത് കട്ടിങ് പോയിന്റ് കഴിയുന്നവരെങ്കിലും ഞാൻ പിടിച്ചു നിന്നിട്ടാണ് ചിരിച്ചത്. അതുകൊണ്ട് എഡിറ്റിൽ വലിയ പ്രശ്നമില്ല. കാരണം പുള്ളി ചിലപ്പോൾ കയ്യിൽ നിന്നൊക്കെ ചില സാധനങ്ങളും കിട്ടുകളെ. അപ്പം അപ്പം ഞാൻ അത് എക്സ്പെക്ട് ചെയ്യാതെ നിൽക്കുകയായിരിക്കും. അപ്പോൾ പെട്ടെന്ന് കയ്യിൽ നിന്നൊരു സാധനം ഇട്ട് കഴിയുമ്പോൾ ഞാൻ ഇങ്ങനെ നിന്നിട്ട് പെട്ടെന്ന് ചിരിക്കുന്ന. പക്ഷേ ഭാഗ്യത്തിന് ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ദൈവം ഒരു 2-3 സെക്കൻഡ് കട്ടിങ് പോയിന്റിന് കിട്ടിയിട്ടുണ്ടെന്നുള്ള വിശ്വാസത്തിലിരിക്കുമ്പോൾ ഭാഗ്യത്തിന് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അപ്പോൾ എനിക്ക് പേടിയാണ്, ദൈവം ഇനിയിപ്പോൾ പുതിയ കോമഡിയുള്ള സാധനങ്ങൾ കിട്ടി കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് പോകും. ഓക്കെ, വിഷ്ണു അഗസ്ത്യ. പുള്ളി എന്താ പറയുന്ന പുള്ളി ആക്ടിങ് പഠിപ്പിക്കുന്ന ആളും കൂടെയാണ്. പക്ഷേ ഭയങ്കര ഫൺ ടു വർക്ക് വിത്ത്. കാരണം നമ്മൾ ഒരുമിച്ച് ഇപ്പോൾ മസ്തിഷ്ക മണ്ഡലത്തിൽ പുള്ളിയുണ്ട്, എൻ്റെ വക്കീലായിട്ടാണ് ആ പടത്തിൽ. ഇതിൻ്റെ അകത്ത് പേലക്കെട്ടുന്ന എൻറ്റയർലി ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സാണ്. പുള്ളി RDXൽ ഒരു കൊടൂര വില്ലൻ, റൈഫിൾ ക്ലബ്ബിൽ ഒരു സ്റ്റൈലായിട്ടുള്ള ഒരു ക്യാരക്ടർ. ഇതിൻ്റെ അകത്ത് 4 സംഘർഷം ഉണ്ടെങ്കിലും അടിപൊളി ക്യാരക്ടറാണ്. 4 സംഘത്തിൽ ഭയങ്കര കോമഡി ആയിട്ടുള്ള ക്യാരക്ടർ. പുള്ളി അടിയടിയല്ല, ഫസ്റ്റ് അടി വീഴുന്ന ഗുണ്ടയാണ് പുള്ളി. അപ്പോൾ പ്രശ്നം അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് പുള്ളി. ആ തമാശ നന്നായിട്ട് ഹാൻഡിലും ചെയ്തിട്ടുണ്ട്. പുള്ളിയായിട്ട് വർക്ക് ചെയ്യുമ്പം ഭയങ്കര രസമാണ്. ചുമ്മാ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ചൊറിഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കും പുള്ളിനെ. പുള്ളി തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ എന്ത് കാര്യങ്ങളും ഓപ്പണായിട്ടൊക്കെ പറയുന്നൊരു രസമുള്ള വ്യക്തിയാണ്. ഓക്കെ, സഞ്ജു ശ്രീറാം. സഞ്ജു ബ്രോയും ഭയങ്കര നമ്മൾ എന്താ പറയുക, ഈ ഒരു നമ്മളൊരു ഗ്യാങ് കൂടെ ആണല്ലോ, നല്ല രസമാണ്. അപ്പോൾ നമ്മൾ ഭയങ്കര വൈബാണ്. ഞാൻ പുള്ളീനെ ഒരുപാട് ഞാൻ പുള്ളീനെ നമ്മുടെ 1000 Babies അതൊക്കെ ഭയങ്കര രസമുള്ള 1000 Babiesൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു സാധനം ചെയ്യാതിരുന്നതാണ്. പക്ഷെ അത് ചെയ്യാൻ പറ്റിയില്ല. തീർച്ചയായിട്ടും സെക്കൻഡ് സീസണിൽ വിളിക്കുമെന്ന് വിചാരിക്കുന്നു. ഞാൻ എൻ്റെ റൈറ്ററിന് ഇടയ്ക്കിടയ്ക്ക് അത് പറയാമെന്നുണ്ട്. പുള്ളി ഭയങ്കര വെറുപ്പിക്കലിൻ്റെ അവസ്ഥ എത്തുന്നുണ്ട്. ഞാൻ എന്തായാലും സഞ്ജു ബ്രോവിനെ ഞാൻ ഈ സീരീസിന് വേണ്ടി പുള്ളി മെലിഞ്ഞ് കുറച്ച് ബോഡിയൊക്കെ ആക്കി, നല്ല രസമുള്ള ബോഡിയൊക്കെ ആക്കി വന്ന സമയത്ത് ഞാനാണ് പുള്ളീനെ കുറച്ച് നശിപ്പിച്ചുകൊണ്ടിരുന്നത്. ഞാൻ ഇങ്ങനെ മറ്റേ ഊണ് കഴിഞ്ഞിട്ട് പുള്ളി ഫുഡൊന്നും ഭയങ്കര കഴിക്കാതിരിക്കുമ്പോൾ ഞാൻ പറയാം, പക്ഷേ എന്താ കപ്പലണ്ടി മുട്ടായില്ലേ, അത് കാരമലൈസ്ഡ് ആയിട്ടുള്ള നട്ട്സ് അല്ലേ, പ്രോട്ടീൻ ആണെന്നൊക്കെ പറഞ്ഞ് പറ്റിച്ച് പുള്ളി എടാ നീ എന്നെ പറ്റിക്കുക, ഞാൻ കഴിക്കുക, അങ്ങനെ കഴിപ്പിച്ച് അവസാനം വയറാക്കി ഞാൻ. അതാണ് എൻ്റെ ഒരു സൈക്കോട്ടിക് ആയിട്ടുള്ള ബിഹേവിയർ. ഓക്കെ, സോ ഇനി നിങ്ങളുടെ പ്രൊഡക്ഷൻ ഹൗസ്, അതായത് 4.5 ആണ് ഏറ്റവും അറമ്പാദിച്ച് കൃഷാന്ത് ചെയ്തെന്ന് പറഞ്ഞു അല്ലേ? മാൻകൈൻഡ് സിനിമാസ് ആണ്. അപ്പോൾ അവരെ കുറിച്ചും കൂടി. ജോമോൻ ചേട്ടൻ, ഒരു ഫുൾ ഗ്യാങ് ഉണ്ട്. നിതിൻ ചേട്ടൻ, നോബിൻ ബ്രോ, ഇവരെല്ലാവരും. ജോമോൻ ചേട്ടനാണ് ഇപ്പോൾ മാൻകൈൻഡ് സിനിമാസ്. അപ്പോൾ ഭയങ്കര രസമുള്ള അവരെല്ലാം എന്താ പറയുക, അവരൊക്കെ സെറ്റിൽ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ കോമഡിയും ഒക്കെ പറയാനോ അവരും അവിടെ ഉണ്ട്. നമ്മളെന്തെങ്കിലും കാര്യങ്ങൾ പറയാനോ എല്ലാ രീതിയിലും അവരിങ്ങനെ സപ്പോർട്ട് ചെയ്ത് അവിടെ കൂടെ നിൽപ്പുണ്ട് നമ്മളോട്. അവരും ഇതുപോലെ നല്ല കണ്ടൻറ്റൊക്കെ ഇപ്പം ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണും ഒക്കെ ചെയ്തതല്ലേ. അപ്പം അവർക്കും നല്ല കണ്ടൻറ്റ് ചെയ്ത് പോകണമെന്ന് ആഗ്രഹമുള്ള ഒരു പ്രൊഡക്ഷൻ ഹൗസാണ് തോന്നുന്നത്. അപ്പം രസമുള്ള മെമ്മറീസ് ആയിരുന്നു. ഓക്കെ, ലൈഫിൽ ഏറ്റവും കൂടുതൽ ഗ്രാറ്റിറ്റ്യൂഡ് തോന്നിയ ഒരു മൊമെൻ്റ് ഏതാണ്? അത് അങ്ങനെ ഒരു മൊമെൻ്റ് ആയിട്ടില്ല. അങ്ങനെ കുറേ കാര്യങ്ങൾ വരുമ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കും, ഇതിനോ നന്ദി ദൈവമേ, ഇത് സംഭവിച്ചതിനൊക്കെ നന്ദി, നല്ല കാര്യങ്ങൾ എന്നൊക്കെയുള്ള അങ്ങനെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ്. പിന്നെ ആൾക്കാരോടും അല്ലെങ്കിൽ ആ സന്ദർഭങ്ങളോടും എല്ലാത്തിനും സന്തോഷമാണ്. കിട്ടുന്ന എല്ലാ ചെറിയ ചെറിയ കാര്യങ്ങൾക്കെല്ലാം സന്തോഷം കാണുന്ന ഒരാളാണ്. അങ്ങനെ നമ്മളിപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ പല പ്രായത്തിൽ പല റിയലൈസേഷൻസ് ആണല്ലോ നമുക്ക്. അപ്പോൾ ഒരു ആക്ടറിന് ആവശ്യം വേണം എന്ന് തോന്നുന്ന ഒരു 3 കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇന്നത്തുള്ളൊരു ഡിസിപ്ലിൻ, തീർച്ചയായിട്ടും പങ്ക്ച്വാലിറ്റി. നമ്മളെ മറ്റേ എല്ലാവരുടെയും സമയത്തിനും ഒരു വാല്യൂ കൊടുക്കണമല്ലോ, അപ്പോൾ അത് ഉണ്ട്. പിന്നെ മറ്റേ എഫേർട്ട് എടുക്കാനുള്ള ഒരു മനസ്സ്, നോ മാറ്റർ വാട്ട്, സിനിമയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ എന്ത് ചെയ്യുകയാണെങ്കിലും അതിനൊരു എഫേർട്ട് എടുക്കാനുള്ള ഒരു മനസ്സ്. ഇത് ഓക്കെ. അപ്പോൾ ഞാൻ നേരത്തെ ഇപ്പോൾ നമ്മുടെ ഇൻ്റർവ്യൂ ഓൾമോസ്റ്റ് കഴിഞ്ഞു. അപ്പോൾ നേരത്തെ ഞാൻ ആഡ് ചെയ്ത ലിസ്റ്റിലേക്ക് കുറച്ച് പേരുകളും കൂടി ആഡ് ചെയ്യണം. അതിപ്പം ഇത് ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ എനിക്കിപ്പോൾ തോന്നുന്നു താങ്കൾക്ക് അത് വളരെ നന്നായിട്ട് പറയാൻ പറ്റുന്നു. ലാലേട്ടൻ എന്താ പറയുക, ഞാൻ ചെറിയ പ്രായം മുതൽ കാണുന്നത്. ഇപ്പം ഇതിൽ വണ്ടിയിൽ വന്നുകൊണ്ടിരുന്നപ്പോഴും പുള്ളിയുടെ ഒരു റീൽ ആരോ അയച്ചിട്ട് ഞാൻ ഈ അമ്പലത്തിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വന്നിട്ട് പുള്ളി ഇങ്ങനെ വരുന്നു. ആ ഒരു ഓറ ഇനി എങ്ങനെയൊക്കെ നമ്മൾ ആഗ്രഹിക്കുമല്ലോ ഫ്യൂച്ചറിൽ നമ്മൾ ഇതുപോലെയൊക്കെ ആവുമോ എന്നൊക്കെ. പറ്റൂല എന്നാണ് പുള്ളിയുടെ. ഞാൻ നടത്തും ആ ഒരു എന്താ പറയുന്നത്, പുള്ളി എന്ത് ചെയ്താലും ഗ്രേസ്ഫുള്ളായിട്ട്. ഞാൻ അത് ഡ്രാമ എന്ന പടത്തിൽ പുള്ളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ആ സമയത്തൊക്കെ ഞാൻ ഇങ്ങനെ എല്ലാം വാച്ച് ചെയ്യും. പുള്ളി നടത്തും എല്ലാത്തിനും ഗ്രേസാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ടെന്നീസ് ഇഷ്ടപ്പെടുന്ന ആളാണ്.
ടെന്നീസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ഫെഡററിനെയാണ്. ഫെഡററിൻ്റെ ഒരു കളിക്കുന്നതിൻ്റെ ഗ്രേസും ബാക്ക് ഹാൻഡും ഫോർ ഹാൻഡ്സ് എല്ലാം ഗ്രേസ്ഫുള്ളാണ്. എന്ത് ചെയ്താലും വളരെ ഗ്രേസ്ഫുള്ളായിട്ടാണ് ചെയ്യുന്നൊരു. ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് പോയട്രി ഇൻ മോഷൻ. അതുപോലെയാണ് മോഹൻലാലുകളുടെ കാര്യം പറയുകയാണെങ്കിലും ഭയങ്കര പോയട്രി ഇൻ മോഷനാണ് പുള്ളിയുടെ നടത്തവും. ഹൗ ഹി ക്യാരീസ് ഹിംസെൽഫ്. ഒരിടത്ത് പോലും ഒരു സ്ലിപ്പാവുന്നില്ല. നമ്മളൊക്കെ എല്ലാം ചവിട്ടി മുണ്ടി ചവിട്ടി വീഴുന്നതും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ. ഇത് അങ്ങനെയല്ല, എല്ലാം ഇങ്ങനെ മറ്റേ പെർഫെക്ഷൻ. അത് മമ്മൂട്ടികളിലും ഞാൻ കാണാറുണ്ട്. ആ ഒരു ഓറ, ഈ രണ്ടുപേരുടെ ഓറ അൺമാച്ച്ഡ് ആണ്. ഒന്നും ചെയ്യാൻ പറ്റാത്തത്. അത് ഇറ്റ്സ് ലൈക്ക് സെറ്റ്. ഇനി ആർക്കും അവിടെ അങ്ങനെ ഒരു ഓറ അതുപോലെ ഉണ്ടാക്കി എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഓക്കെ, എന്തായാലും എൻ്റെ സെക്കൻഡ് ആള് മമ്മൂക്ക. തീർച്ചയായിട്ടും എനിക്കറിയാം അതിലോട്ട് എത്തുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഞാനും പുള്ളി എനിക്ക് റിലേറ്റബിൾ എന്നാണ്. എനിക്ക് ഭയങ്കര വണ്ടിപ്പിരാന്തുള്ള ആളാണ്. ഈ ഇടയ്ക്കും കൂടെ, അതായത് 2 ദിവസം മുമ്പ് അച്ഛനുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ നൈസായിട്ട് ഞാൻ ഇങ്ങനെ ഏത് വണ്ടി എന്ന് പറഞ്ഞപ്പം പുള്ളി ഒരു വണ്ടിയുടെ പേര് പറഞ്ഞു. ഞാൻ റിവീൽ ചെയ്യുന്നത് ശരിയല്ല. അപ്പോൾ അത് വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ അതിന് സ്പെക്ക് ഇതല്ലേ, ആ സ്പെക്ക് ഇതല്ലേ. അപ്പോഴത്തേക്കും പുള്ളി പറയുന്നുണ്ട്, ഇവന്മാർ ഇത് തന്നെ, ഈ സംഭവം തന്നെ ഇത്. അപ്പം ഞാനതൊക്കെ ക്ലോസ്ലി വാച്ച് ചെയ്യുന്നതാണ്. അപ്പം പുള്ളിയുടെ ഹൗ ഹി ക്യാരീസ് ഹിംസെൽഫ്, ദ വേ, എല്ലാം നല്ല ഫൈനർ തിങ്സ് ഇൻ ലൈഫ് എൻജോയ് ചെയ്ത് പിന്നെ ഫാമിലി പരമായിട്ട് അങ്ങനെ എങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോട്ട് ചെയ്യുന്ന സംഭവങ്ങളാണ്. പിന്നെ പുള്ളിയുടെ പെർഫോം ചെയ്യുന്ന സാധനങ്ങളും ഇതുപോലെ തന്നെ ഓൺ സ്ക്രീൻ വരുമ്പോൾ ഓറ മാസ് സാധനങ്ങൾ ചെയ്യുമ്പോഴും. ഇപ്പം ഇടയ്ക്കിടയ്ക്ക് ഞാൻ കാണുന്ന ഈ റീലുകളൊക്കെ ഒന്നെങ്കിൽ മോഹൻലാലുകൾ അല്ലെങ്കിൽ മമ്മൂട്ടികളുടെ ഇപ്പം ഭീഷ്മപർവ്വത്തിലെ മറ്റേ ആ റീല് ഞാൻ ഇന്നലെ കണ്ടത് കാണാം. അപ്പോൾ അതൊക്കെ ഞാൻ പറയും, ആ ഡയലോഗ് ഡെലിവറി, അത് സിങ് സൗണ്ടാണോ അതോ എന്തായാലും പുള്ളി മറ്റേ കൊച്ചിയിൽ മറ്റേ ബോട്ട് ആ ഒരു സംഭവം പറയുന്നുണ്ടല്ലോ, പഞ്ഞിക്കിടുക എന്ന് പറയുന്നത്. ആ സാധനം കണ്ടപ്പോൾ ഞാൻ ആ ഒരു ഓറ സാധനം കിട്ടില്ല. അപ്പം വേറെ രണ്ടുപേരും അൺമാച്ച്ഡാണ് രണ്ടുപേരും. ഓക്കെ, പൃഥ്വിരാജേട്ടൻ ഞാൻ ആക്ച്വലി പണ്ട് ഞാൻ ആൾക്കാരെ എൻ്റെ കൂടെ പഠിച്ചിരുന്നവരൊക്കെ വെറുപ്പിച്ചിരുന്ന സാധനം. എനിക്ക് അന്ന് 2009-10 സമയത്ത് എൻ്റെ ഫേവറേറ്റ് പടമായിരുന്നു പുതിയ മുഖം. അപ്പോൾ ഞാൻ അതിലെ ഡയലോഗെല്ലാം കാണാൻ പഠിച്ച് ക്ലാസ്സിൻ്റെ ഫ്രണ്ട് വന്നിരിക്കും. മറ്റേ പുള്ളി ഒരു വീട്ടിൻ്റെ അത് മറ്റേ ഫുൾ ബാക്കിൽ പുകയൊക്കെ ആയിട്ട് വന്നിരിക്കുക. അങ്ങനെ വന്നിട്ട് ഞാൻ ക്ലാസ്സിൽ കയറി വന്നിട്ട്, തല്ലി തോൽപ്പിക്കാനോ കളിച്ച് ജയിക്കാനോ വേണ്ടി ഒന്നല്ല, ജീവിക്കാൻ പഠിക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷേ സമ്മതിക്കില്ല നീ, താളം കൊട്ടി മാത്രം ശീലിച്ചൊരു ശുദ്ധ. ഇതൊക്കെ ഇവരും എല്ലാവരും എൻ്റെ ക്ലാസ്സിലുള്ളവർ ശല്യ ഇവന്. അപ്പം ഞാൻ അത് ഡയലോഗ് മൊത്തം ഇപ്പം തരും ഞാൻ പറഞ്ഞു തീർന്നിട്ട് ഡയലോഗ് പറഞ്ഞു തീർത്തിട്ട് ഞാൻ പോകും. അങ്ങനെ വെറുപ്പിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. എനിക്ക് പുതിയ മുഖം ഭയങ്കര, എനിക്ക് ആ പാട്ടും മറ്റേ അതിൻ്റെ അകത്ത് പുള്ളി ഭയങ്കര ഫിറ്റൊക്കെ നമ്മുടെ പിച്ച വെച്ച നാൾ മുതലൊക്കെ അത് കണ്ടിട്ട് ഓണം സെലിബ്രേഷന് ജുബയൊക്കെ ഇട്ടുണ്ടോ, എൻ്റെ കൈ അന്ന് ഇത്രയേ ഉള്ളൂ. എന്നിട്ട് ഞാൻ എങ്ങനെയുണ്ട്, ഇങ്ങനെ വയ്ക്കും മസിൽ കാണുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയൊക്കെ ഒന്നുമില്ല. എന്നിട്ട് ഞാൻ ഇങ്ങനെ പിച്ച വെച്ച നാൾ മുതലാണ് ഷേവ് ഒക്കെ ചെയ്ത് അന്ന് കണ്ട ദൈവമേ, ആ ഫോട്ടോ കാലം എനിക്ക് പേടിയാണ്. ഓക്കെ, സുരേഷ് ഗോപി മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ട് വീട്ടിൽ കളിക്കാൻ പോകുമായിരുന്നു. അപ്പോഴത്തേക്കും ചോക്ലേറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പം ഞാൻ ഗോകുൽ ഭയങ്കര ഫ്രണ്ടാണ്, ഇവനായിട്ടാണ് ഞാൻ കളിക്കാൻ പോകുന്നത്. എന്നിട്ട് ഞാൻ അതിൽ നിന്ന് ഒരു മുട്ട എടുക്കുമ്പോൾ അവൻ ഇല്ല പറ്റില്ലെന്ന് പറഞ്ഞ് കരയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും പുള്ളി വന്നിട്ട് ഇടാ കൊടുക്കണം പുള്ളി ചൂടാവും. അപ്പം ഞാൻ ആ സാധനങ്ങളൊക്കെ എന്നിട്ട് ഞാൻ അച്ഛൻ വിളിക്കാൻ വരുന്ന സമയത്ത് ഞാൻ വണ്ടിയിൽ പോയി കയറി വന്നിട്ട് അച്ഛനും പുള്ളിയും കൂടെ അവിടെ നിന്ന് സംസാരിക്കുമായിരിക്കും. ഞാൻ ഇരുന്ന് ഹോൺ അടിച്ചോണ്ടിരിക്കും ഇത് പോണ്ടേ, ഇത് വണ്ടി കയറി ഇരുന്നില്ല ഞാൻ. ഇനി പോകാനുള്ള സമയത്ത് ഹോൺ അടിക്കുമ്പോൾ പുള്ളി ഒരു വിളി വിളിച്ച് ഞാൻ ഇങ്ങനെ കുനിഞ്ഞിങ്ങനെ ആ പേടിച്ച് ചെയ്യും. മറ്റേ കമ്മീഷണറിലൊക്കെ വിളിക്കുന്നത് ഞാനാണെങ്കിൽ ശരി, അങ്ങനെയൊക്കെ ആ മെമ്മറീസൊക്കെയാണുള്ളത് പുള്ളി. ഓക്കെ, അപ്പോൾ എന്തായാലും ഒരു ചെറിയൊരു 4.5 ഗ്യാങ്ങിനെ കുറിച്ച് ഒരു ചെറിയ കോൺവെർസേഷനിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. മക്കളെ ഈ 4.5 ഗ്യാങ് എന്ന് പറഞ്ഞിട്ട് ഒരു പടം ഇറങ്ങുന്നുണ്ടല്ലേ, എന്തിനാ അത്? തിരുവനന്തപുരം പക്ഷേ പറയണല്ലേ, അതൊരു ഒരു ഒന്നൊന്നര സംഭവം തന്നെയായിരിക്കും. എല്ലാവരും എൻജോയ് ചെയ്യുന്നൊരു പരിപാടി തന്നെ ആയിരിക്കും. എന്നാലും എനിക്കൊരു കാര്യം മനസ്സിലായിട്ടില്ല എന്താണെന്നുള്ളത്, അതൊന്ന് പറയുമോ നീ? 4.5 സംഘം എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയാ, ഒരു ആ പൈലില്ലേ അവ ഇപ്പം എന്നെ പതിങ്ങിട്ട് വിട്ടതാ ചോദിക്കാൻ പറ്റുമല്ലേ. അതൊരു 1.5 സംഘം തന്നെയായിരിക്കും 4.5 സംഘം. അതൊരു ഒരു വരവ് എന്ന് വേണമെങ്കിൽ പറയാം. ആണല്ലേ? ഓക്കെ, അതിനകത്ത് വേറെ എന്തിനൊക്കെ ഉണ്ട്? പ്രേക്ഷകന് വേണ്ട എല്ലാം ഉണ്ട്, അത്രേ ഉള്ളൂ. കമേഴ്ഷ്യൽ പാക്കേജാണ്, അത്ര ഞാൻ പറയുന്നത്. കൊച്ചെന്നെ കൊണ്ടേ കാണിക്കുമോ? തീർച്ചയായിട്ടും ഞാൻ കാണിക്കേണ്ട. ടി വിയിൽ ഒരു സോണി ലീവ് ഉണ്ടെങ്കിൽ സൂപ്പറായിട്ട് കാണാം. നല്ല ടി വി ഒക്കെ ഉണ്ട്. എൻ്റെ മക്കൾ വെച്ചതോ എന്തോ എനിക്ക് അറിഞ്ഞുകൂടാ, ഇല്ലെങ്കിൽ ഞാൻ ഒന്ന് പറയും കേട്ടോ. പിന്നെന്താ, മക്കളോട് പറഞ്ഞു കൊടുക്കാം എങ്ങനെ സോണി ലീവ് കയറി എങ്ങനെ അത് കാണണമെന്ന് പറഞ്ഞു കൊടുക്കാം. നീയാണ് അതിലെ നായകൻ. അങ്ങനൊന്നും ഇല്ല, 4.5 സംഘത്തിൽ ഒരുത്തൻ. പക്ഷെ നീ നല്ല ചുള്ളനാട്ടോ. താങ്ക് യു.
ശരി, ഇതിൽ പപ്പനാമ രക്ഷിക്കട്ടെ. താങ്ക് യു, താങ്ക് യു. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ശരി, ഹാപ്പി ഓണം. സെയിം ടു യു. ശരി മോൻ.